അനുഗ്രഹീതമായ ഈ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷിച്ച ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കുശി അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സദസ്സിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ റോബർട്ട് അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള ലുവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ പകൽ അറിയിക്കുന്നു. കഴിഞ്ഞ പകലും രാത്രിയിലും കർത്തദാസന്മാരെ നമ്മുടെ മധ്യ അയച്ച് വിലപ്പെട്ട ആലോചനകൾ സ്വർഗത്തിലെ ദൈവം അതാത് സമയങ്ങളിൽ നമുക്ക് നൽകി തന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കർത്താവെ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം നമ്മോട് ഹൃദ്യമായി ഇടപെടും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ആവശ്യഭാരത്തോടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലെ നൊമ്പരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ഭാരത്തെ അവൻ്റെ സന്നിധിയിൽ ഇട്ടുകൊണ്ട് ഇന്ന് പകൽ നിശ്ചയമായും പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ നമ്മോട് ഹൃദ്യമായി ഇടപെടുവാൻ മതിയായ ദൈവമാണ്. മുഖവരകൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. താൻ വെള്ളറട സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഓടനാവട്ടത്ത് പാർത്ത്, കൊട്ടാരക്കരയിൽ ഓടനാവട്ടത്ത് പാർത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവശക്തിയോട് ഉപയോഗിക്കുന്നു. പരിചയപ്പെട്ട നാൾ മുതൽ സഹോദരങ്ങളെ പോലെ ഇടപെടുവാൻ ദൈവം നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ ആരാധനയിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും പ്രത്യേകമുള്ള വന്ദനത്തെയും അറിയിക്കുന്നു. തുറന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവമേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നുള്ള പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി വളരെ ആദരവോടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ റോബർട്ട് അവർകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയല്ല ഭാഗ്യ അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സഭയുടെ പ്രധാന കാർമ്മികത്വം വഹിക്കുകയും ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുകയും സഭയുടെ മുൻനിരയിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള കർത്താവിൻ്റെ അഭിഷേകം കോശി പാസ്റ്ററുകൾ, അതോടൊപ്പം തന്നെ യോഗം ലീഡ് ചെയ്യുകയും ഒരു സഹോദര തുല്യം ഒരുമിച്ച് പരിചയപ്പെട്ട നാൾ മുതൽ സൗഹൃദ ബന്ധം പുലർത്തുവാൻ ഭാഗ്യമൊരുക്കുന്ന ബഹുമാനമുള്ള കർത്താവിൻ്റെ അഭിഷേകൻ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന, കർത്താവ് നമ്മോട് സംസാരിക്കുന്ന പകലായി ഇത് മാറട്ടെ. അക്ഷരാർത്ഥത്തിൽ ഒരു പദം പറഞ്ഞു തുടങ്ങാം. നമ്മുടെ ശുശ്രൂഷകളെ ഭംഗിയാക്കുന്നതും നമ്മുടെ ആരാധനകളെ ഭംഗിയാക്കുന്നതും നമ്മുടെ എല്ലാ ആത്മീക നവോത്ഥാന മേഖലകളെയും ഭംഗിയാക്കുന്നതും കൃപാവരപ്രാപ്തന്മാരായ ശുശ്രൂഷകരല്ല, വചനപാണ്ഡിത്യമുള്ളവരല്ല, അറിവുള്ളവരല്ല, മറിച്ച് നമ്മുടെ ആത്മീക ശുശ്രൂഷകളെ ഭംഗിയാക്കുന്നത് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം ചലിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, പാട്ടുകൾ, പ്രസംഗങ്ങൾ, ശുശ്രൂഷകളുടെ കാർമ്മികത്വങ്ങളെല്ലാം അർത്ഥശൂന്യമായി തീരാൻ സാധ്യതയുണ്ട്. നിത്യം അനുഭവിക്കാതെ ഇറങ്ങാൻ എന്നെ അനുവദിക്കരുതെന്നും എല്ലാത്തര കൃപാവര ശുശ്രൂഷകളും അനുഭവിച്ചിട്ടുള്ള വചനത്തിൻ്റെ ആധികാരികമായ പഠനങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ദൈവജനമാണ് നിങ്ങളെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ തന്നെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച് ആരംഭിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മെ എങ്ങനെ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. എനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവിന് ഇന്ന് പകൽ ചെയ്യാൻ താല്പര്യമുണ്ടോ അത് കർത്താവ് ഇന്ന് പകൽ ചെയ്യും എന്നെനിക്ക് വളരെ നിശ്ചയമായ ബോധ്യമുണ്ട്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാത്തൊരു ദൈവത്തിൻ്റെ മുൻപിലല്ല നമ്മൾ നിൽക്കുന്നത്, പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവത്തിൻ്റെ മുൻപിലാണ്.
ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ മിക്കവാറും ഒക്കെ പറഞ്ഞു തുടങ്ങാറുള്ള മുഖവിര പോലെ പറഞ്ഞു തുടങ്ങാറുള്ളൊരു പദം ഇതാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ അക്ഷരാർത്ഥത്തിൽ ദൂതന്മാർ വരുമ്പോൾ അബ്രഹാം കണ്ടത് ദൂതന്മാരെ മാത്രമാണ്, സാറ കണ്ടത് ദൂതന്മാരെ മാത്രമാണ്. ആ വീട്ടിലുള്ള ദാസന്മാർ ദാസിമാർ കണ്ടതൊക്കെ ഈ ദൂതന്മാരെ മാത്രമാണ്. പക്ഷരാർത്ഥത്തിൽ അവർ വന്നത് ഒരു പ്രവാചക കണ്ണിൽ നോക്കിയാൽ, ഒരു വാഗ്ദത്തം നിവർത്തിയുടെ കണ്ണിൽ നോക്കിയാൽ അക്ഷരാർത്ഥത്തിൽ അവർ വന്നത് ഒരു ദൈവപ്രവൃത്തിയും കൊണ്ടാണ്. എന്തിനെന്നറിയാമോ? കഴിഞ്ഞ നീണ്ട 25 വർഷങ്ങളായി കേട്ടിട്ടും തുറക്കാതെ അടയപ്പെട്ട് കിടക്കുന്നൊരു വാഗ്ദത്തത്തെ തുറക്കുന്ന താക്കോലുമായാണ് അവർ വന്നത്. ഈ പകൽ PMG സഭയിൽ നിൽക്കുമ്പോൾ ഞാനും ആത്മാർത്ഥമായൊരു പദം പറയാം. ഇന്ന് പകലിൽ നമ്മൾ വചനത്തിലൂടെ വ്യക്തിപരമായി ദൂതുകൾ കേട്ടു പോകുന്ന പകൽ മാത്രമാകരുത്. ഈ പകൽ കാലങ്ങളായി പ്രവാചകന്മാർ പറഞ്ഞ ചില ആലോചനകളുണ്ട്. സഭയോട് വ്യക്തിപരമായി പ്രവാചക വര്യന്മാരുടെ ഇടപെട്ട ചില ദൂതുകളുണ്ട്. ഈ പ്രാർത്ഥനകളിൽ അതിനെ ദൈവം തുറന്നു തരുന്ന പ്രാർത്ഥനയായി ദൈവം മാറ്റട്ടെ. ചില പ്രാവചനിക നിവർത്തികളുടെ പ്രാർത്ഥനകളും കൂടെയായി ഈ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ്. എനിക്കറിയാം അസാധാരണമായ ദൈവസാന്നിധ്യം ഈ അന്തരീക്ഷത്തിലുണ്ട്. ഈ പുൽപ്പറ്റി നിൽക്കുമ്പോൾ എനിക്കറിയാം അനേകം ദൈവദാസന്മാർ കാലഘട്ടത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ശുശ്രൂഷകന്മാർ കയറിയ വേദിയാണിത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അസാധാരണമായി നമ്മെ തുറക്കുന്നൊരു ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. എനിക്കതിൻ്റെ വളരെ അസാധാരണമായ മഹത്വം മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഒരുമിച്ച് നമുക്ക് ചില വചനങ്ങൾ ചിന്തിച്ച അനന്തരം ആത്മീക ശുശ്രൂഷകളിൽ കൂടെ കയറി വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുമായി സംസാരിപ്പാൻ എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു നിയോഗം, എൻ്റെ ഉള്ളിൽ നിയോഗം നൽകിയ ഒരു ദൈവവചന ചിന്തയിലോട്ട് നിങ്ങളുടെ ശ്രദ്ധകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരാൾക്ക് റോമാലേഖനം എടുക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾക്ക് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് എന്നാണ്. നിങ്ങളുടെ അവയവങ്ങളെ, അടുത്ത പ്രധാനമായ പദം പൗലോസ് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവത്തിൽ അടയ്ക്കാമോ? ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആഴമേറിയ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കേണ്ടതിന് വേണ്ടി, ആത്മാവിൽ ഇന്ന് പകൽ എന്ത് നമ്മോട് ഇടപെടാനുണ്ടോ, പരിശുദ്ധാത്മാവിന് എന്ത് നമ്മോട് സംസാരിക്കാനുണ്ടോ, അത് ഒരു മറവ് പോലുമില്ലാതെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി 1-2 മിനിറ്റുകൾ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവജനമുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷം ദൈവസാന്നിധ്യത്താൽ പിടിക്കപ്പെടുന്ന അന്തരീക്ഷമായി മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചലിക്കുന്ന ഈ അന്തരീക്ഷമായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മോട് ഇടപെടുമെന്ന് എനിക്ക് ഉത്ബോധനമുണ്ട്. വ്യക്തിപരമായി ആത്മാവ് സംസാരിക്കുമെന്ന് എനിക്കറിവുണ്ട്. എങ്കിലും ഇന്ന് പകൽക്കാലം 1-2 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവജനം ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രതികൂലത്തിന്റെ അടിവേരുകളെ പൊട്ടിക്കാൻ കഴിവുള്ളവൻ, പ്രതിസന്ധികളുടെ അടിവേരുകളെ പൊട്ടിക്കാൻ കഴിവുള്ളവൻ, രോഗത്തിന്റെ ബാധകളെ പൊട്ടിച്ചു കളയാൻ കഴിവുള്ളവൻ ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ സാന്നിധ്യത്തെ
ആത്മാവിൽ തിരിച്ചറിയുന്നവർ, ആ സാന്നിധ്യത്തെ ആത്മാവിൽ തിരിച്ചറിയുന്നവർ അധരങ്ങളെ തുറന്ന് പ്ലീസ് 1-2 മിനിറ്റുകൾ ഈ ആത്മീക അന്തരീക്ഷത്തെ നമ്മൾ പരിശുദ്ധാത്മാവിൽ അടുത്ത ചില മിനിറ്റുകൾ ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ഒരുമിച്ച് കയറാൻ തുടങ്ങുമ്പോൾ അഭിഷക്തന്മാരുടെ പ്രാർത്ഥനകൾ, അഭിഷേകമുള്ളവരുടെ പ്രാർത്ഥനകൾ ഈ അന്തരീക്ഷത്തെ തന്നെ, ക്ലൈമറ്റിനെ തന്നെ ചേഞ്ച് ആക്കുന്ന, ആത്മീക അന്തരീക്ഷങ്ങളെ ചേഞ്ച് ആക്കാൻ കഴിവുള്ള അകത്തെ മനുഷ്യനിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ഉയരട്ടെ. ജഡത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളല്ല, ജഡത്തിൽ നിന്നുള്ള സ്തോത്രമല്ല, അകത്തെ മനുഷ്യനിൽ നിന്നുള്ള പ്രാർത്ഥനകളും ആരാധനകള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉയർന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ അന്തരീക്ഷം തിരുസാന്നിധ്യത്തിൽ ദൈവം പൊതിയണം. എന്തോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോൾ പ്രാരംഭമായി ഒരു ദൂത് ഇടപെടാൻ പറയുന്നു. കാലങ്ങളായി പരിധിയിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടികൾ ലഭിക്കാതെ ഇന്ന് പകൽ ഡ്രൈനസ് ആക്കുന്ന ചില വിഷയങ്ങളെ ഡ്രൈ ആക്കുന്ന 21 ഇരുന്നിട്ടും അതിൻ്റെ മേൽ ദാനിയേലിന്റെ പ്രാർത്ഥനകളുടെ മറുപടികളെ വൈകിപ്പിച്ചതുപോലെ ചിലതിനെ വൈകിപ്പിക്കുന്ന മേഖലകൾ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുന്നതിനാൽ ദൈവം ഇന്ന് പകൽ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ചില മേഖലകളെ ദൈവം തുറന്നു വെക്കുന്നതിനായി സ്തോത്രം. കൃപയിൽ മറച്ച് മഹത്വമെടുക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ളവർ ഒരു പ്രാവശ്യം കൂടെ ആ കരവും ശബ്ദവും ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. നമ്മൾ വായിച്ച് തുടങ്ങുന്നത്, പ്രസംഗിച്ചാരംഭിക്കുന്നത് റോമാലേഖനത്തിൽ നിന്നാണ്. 1-2 പദങ്ങളിൽ നിങ്ങൾ ഒത്തിരി വചന വിശദീകരണങ്ങൾ റോമാലേഖനത്തിനകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും 1-2 ആശയങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു വചനത്തെ തുറക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, വചനം ഏതു വചനവും തുറക്കപ്പെടുന്നതിന് മുൻപ് അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വചന പഠനത്തിന് അത്യാവശ്യമായ കാര്യമാണ്, ഒരു വചന കേൾവിക്ക് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1-2 വാക്കുകളിൽ ഒന്ന് ആ വാക്യം എഴുതുവാനുള്ള പശ്ചാത്തലങ്ങളിലൂടെ ഒന്ന് നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കും, ഒന്ന് പെട്ടെന്ന് നമ്മൾ കടന്നു വരും. ശ്രദ്ധിച്ചോട്ടെ, നിങ്ങളുടെ ശ്രദ്ധ ഇതിനകത്ത് ആവശ്യമാണ്, അലക്ഷ്യമായിരിക്കരുത്. ദൈവദാസൻ ഒരു സമയം കൈമാറിയിട്ടുണ്ട്. കൃത്യമായ സമയത്തിൽ തന്നെ ഈ ശുശ്രൂഷകൾ പര്യവസാനിക്കും. ആ സമയം അത്രയും വാല്യുബിളായ സമയം, ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ, 1-1.25 മണിക്കൂർ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കുക. ഇന്ന് ഈ പകലിൽ ദൈവം നമ്മോട് ഇടപെടും. വേഗം പെട്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് കമ്പിവാചകത്തിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞ് ആശയങ്ങൾ മുൻപോട്ട് വരികയാണ്. റോമ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസിനാൽ സ്ഥാപിച്ച ഒരു സഭയല്ല റോമ സഭ എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. പിന്നെ ചിതറിപ്പോയവരാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് റോമാസഭ. അവിടെയുള്ളവർ ആത്മീക പാരമ്പര്യമുള്ളവരല്ല, ആത്മീക തുടക്കക്കാരാണ്, ബിഗിനേഴ്സാണ്, ആത്മീകത്തിൽ പിച്ച വെച്ച് തുടങ്ങുന്നവരാണ്. അവരോട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് റോമാലേഖനം. ചിതറിപ്പോയവരാൽ സ്ഥാപിക്കപ്പെട്ട സഭ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എവിടെ നിന്ന് ചിതറിപ്പോയി എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. മാർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടി വന്നതിന്റെ നടുവിൽ പരിശുദ്ധാവി റൂഹ അവരുടെ നടുവിൽ ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ചലിച്ചനന്തരം ആത്മശക്തി പ്രാപിച്ച ആ ശബ്ദവും ആരാധനകളുടെ ബഹളവും ഇടിമുഴക്കത്തിന്റെ കോലാഹലവും കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിയ ദൈവശക്തി ഈ ജനം ആരാധിക്കുന്നതും ആത്മനിറവിൽ നിൽക്കുന്നതും എന്തെന്നു കാണാൻ ജനം ഒരുമിച്ച് കൂടി വരികയാണ്. നീണ്ട 15 രാജ്യങ്ങൾ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 15 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ ശബ്ദം എന്തെന്ന് കേൾക്കാൻ, രാജ്യങ്ങളിൽ നിന്ന് വന്നെന്നല്ല, പെന്തക്കോസ്ത് പെരുന്നാൾ അവിടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ശബ്ദം എന്തെന്ന് കേൾക്കാൻ വന്നവരിൽ മേദ്യർ, പാഴ്സ്യർ, മെസൊപ്പൊട്ടേമിയക്കാർ, ഇങ്ങനെ തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ ശബ്ദം എന്തെന്നു കാണാൻ അടുത്തു വരികയാണ്. അടുത്തു വന്നതിൽ അവർ അടുത്തു വന്ന് ഈ ശബ്ദം എന്തെന്നു കാണാൻ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇന്നലെ വരെ ഭയപ്പെട്ട്, ഇന്നലെ വരെ യേശുവിൻ്റെ കൂടെയുള്ളവനെന്ന് പറയാൻ പോലും പേടിച്ചു നിന്ന പത്രോസ് എന്ന മനുഷ്യൻ എഴുന്നേറ്റു നിന്ന് അവരോട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചനന്തരം അതിൽ കേട്ട 15 രാജ്യങ്ങളിൽ നിന്ന് കേട്ടവരിൽ 3000-ഓളം പേർ മാനസാന്തരപ്പെടുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒത്തിരി വലിത്തിരി അതിനകത്ത് പറയാനുണ്ടെങ്കിലും ഒരു പദം പറഞ്ഞു വിട: ആത്മാവിറങ്ങിയാൽ വാതിലുകൾ തുറക്കും.
പരിശുദ്ധാത്മാവ് ചലിച്ചാൽ ഒരു ആരാധന ശരിക്കും ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആരാധന വെളിപ്പെട്ടപ്പോൾ 15 രാജ്യങ്ങളുടെ വാതിൽ ഒറ്റ ആരാധനയിൽ സുവിശേഷത്തിന് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത് വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് പറയാം, ഇന്ന് പകലിൽ അടയപ്പെട്ട ചില രാജ്യങ്ങളെ തുറക്കാൻ, അടയപ്പെട്ട ചില മേഖലകളെ തുറക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുക. അങ്ങനെ പൗലോസ് റോമാലേഖനം എഴുതുകയാണ്, റോമിലുള്ള സഭയ്ക്ക് എഴുതുകയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള, വായിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള റോമാലേഖനത്തിന്റെ ഗഹനമായ പഠനങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ പ്രധാനമായ 3 വിഷയങ്ങളാണ് പൗലോസ് റോമാലേഖനത്തിൽ ഊന്നിപ്പറയുന്നത്. 1, നീതീകരണം എന്നൊരു വിഷയമാണ്. 2, വിശുദ്ധീകരണം എന്നൊരു വിഷയമാണ്. 3, തേജസ്കരണം എന്നൊരു വിഷയമാണ്. ഇങ്ങനെ പ്രധാനമായ 3 വിഷയങ്ങൾക്കകത്തുകൂടെയാണ് പൗലോസ് റോമാ സഭയിലെ ലേഖനങ്ങൾ എഴുതിപ്പോകുന്നതും. അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അങ്ങനെ പൗലോസ് എഴുതി വരുമ്പോൾ പ്രധാനമായ 3 അധ്യായങ്ങൾ, 6, 7, 8 അധ്യായങ്ങൾ റോമാലേഖനത്തിലെ പ്രധാനമായ അധ്യായം. റോമാലേഖനം തന്നെ ബൈബിളിലെ പ്രധാനമായ അധ്യായമാണ്. ബൈബിളിലെ ഹൃദയം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നുള്ള ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ പ്രധാനമായ 3 അധ്യായങ്ങൾ, 6, 7, 8 അധ്യായങ്ങൾ. ഈ 3 അധ്യായങ്ങളും പഠിപ്പിക്കുന്നത് 3 തരം സ്വാതന്ത്ര്യങ്ങളെയാണ്. 6-ാം അധ്യായം നമ്മൾ വായിച്ച അധ്യായം, അവിടോട്ട് നിങ്ങളുടെ ശ്രദ്ധകളെ കൊണ്ടുവരികയാണ്. 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മളിനി പാപത്തിന് അടിമയല്ല എന്ന് പൗലോസ് വലച്ചു കാണിക്കുന്ന ലേഖനമാണ് 6-ാം അധ്യായം. പ്രധാനമായി അടുത്ത അധ്യായമാണ് 7-ാം അധ്യായം. 7-ാം അധ്യായം പൗലോസ് പഠിപ്പിക്കുന്ന നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഏതു നിയമം? ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. 8-ാം അധ്യായം വരുമ്പോൾ പൗലോസ് പഠിപ്പിക്കുകയാണ്, ഇതെല്ലാം നടക്കുന്നത് ആത്മാവിലൂടെയാണ്. ആത്മാവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ പൗലോസ് വരച്ചു കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് പകൽ പ്രമേയമായി എടുത്തിരിക്കുന്നത്, ഈ പ്രഥമ പകലിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങാൻ പോകുന്നത് റോമാലേഖനം 6-ാം അധ്യായമാണ്. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്നായതുകൊണ്ടും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതുകൊണ്ടും ഞാൻ ഇന്ന് പകൽ എൻ്റെ പ്രമേയത്തിൻ്റെ വിഷയത്തിൻ്റെ തലവാചകം അല്ലെങ്കിൽ ഹെഡ്ലൈൻ ഒന്ന് പറഞ്ഞ് നിങ്ങളിൽ ഒരുമിച്ച് തുടങ്ങാൻ പോകുന്ന അടുത്ത 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ചെറിയ പാപം വലിയ വാഗ്ദത്തത്തെ അടയ്ക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? ഒന്നുകൂടി ഞാൻ പ്രമേയം പറയാം. ചെറിയ പാപം വലിയ വാഗ്ദത്തങ്ങളെ അടച്ചുകളയാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ വിഷയത്തിനകത്തു നിന്ന് ഗ്രഹനമായ പഠനങ്ങൾക്കകത്തും ആത്മീക ചിന്തനകൾക്കകത്തും നമ്മൾ ഇറങ്ങി വരും. നിങ്ങൾ ഒരുമിച്ച് കൂടെയുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ വചനം കേൾക്കാൻ വളരെ താല്പര്യത്തോടായിരിക്കുന്നത്. എന്നാലോട്ട് ഇത് ഒരു വിടുതലിൻ്റെ പ്രാർത്ഥനകളും കൂടെയാണ്. ആ നിലവാരങ്ങളിൽ തന്നെ ശുശ്രൂഷിച്ച് പരിശുദ്ധാത്മാവ് എങ്ങനെ ഗൈഡ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് സഹായിക്കട്ടെ. ഞാനും ഒരു സഭാ ശുശ്രൂഷകനാണ്. അതുകൊണ്ട് തന്നെ ആ സഭാ ശുശ്രൂഷകൻ എന്ന ഒരു എരിവിൽ നിന്ന്, എന്നൊരു ആത്മാർത്ഥതയിൽ നിന്ന് ഞാൻ പറയാം, പല ദൈവജനവും ആലയത്തിൽ വരുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ആലയത്തിൽ വരുമ്പോൾ ആത്മീക അനുഭവങ്ങളുടെ വിവിധമായ തലങ്ങളിൽ കയറുകയും ആരാധിക്കുകയും അന്യഭാഷകൾ പറയുകയും പ്രവചിക്കുകയും അസാധാരണമായ ആത്മമണ്ഡലങ്ങളെ തുറക്കുന്ന പലരും ആലയത്തിൻ്റെ 4 ചുവരുകൾ വിട്ട് പുറത്തിറങ്ങിയാൽ ഈ ആത്മീക അന്തരീക്ഷങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കാഴ്ചയിൽ വളരെ വിരളമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 21 വരുമ്പോൾ ഭയങ്കരമായി നമ്മൾ പലരും കത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്, അതുകൊണ്ട് എനിക്കറിയാം. 7 വരുമ്പോൾ നമ്മൾ ഭയങ്കരമായി കത്തുന്നുണ്ട്. 40 വരുമ്പോൾ അസാധാരണമായി കത്തുന്നുണ്ട്. 41-ൽ, 45-ൽ, 47-ൽ, 50-ൽ അല്ലെങ്കിൽ 21 കഴിഞ്ഞ് 25 എത്തുമ്പോൾ നമ്മുടെ ആത്മീകത ഒരു ഗ്രാഫ് താഴുന്നത് പോലെ താഴുന്നത് പല വിശ്വാസികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PMG ദൈവസഭയോട് ആത്മാവിലൊരു പദം പറയാം, നമ്മുടെ ആത്മീകത ഗ്രാഫ് താഴുകയല്ല, നമ്മുടെ ആത്മീകതയുടെ ഗ്രാഫ് ഉയരാൻ പോകുകയാണ്. നമ്മുടെ ആത്മീകത ഉയർന്നു വരാൻ പോകുകയാണ്. ഉയർന്ന അളവിൽ നമ്മുടെ ആത്മീകതയെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. അതിനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പൗലോസ് റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന 11-ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേയിൽ ഒന്നിട്ട്, 11-ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേയിലിട്ടെ. റോമാലേഖനം 6-ാം അധ്യായം
11 വാക്യം. ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളെ തന്നെ എണ്ണുവിൻ. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒന്ന്, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് ഇതിനകത്ത് രാജ്യങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പുറത്ത് ഈ ശബ്ദം പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ ശബ്ദമായി ഒന്ന് നിങ്ങൾക്കും കൂടെ വചനമൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു മുൻപോട്ട് വന്ന് ഞാൻ പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കണം, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം രോഗമിടുകയല്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം കടഭാരമിടുകയല്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ആരാധനയ്ക്ക് വരുമ്പോൾ വാഹനത്തെ പഞ്ചറാക്കിയല്ല, മറിച്ച് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നതാണ്. കൂടെയുണ്ടോ നിങ്ങൾ? ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നതാണ്. കടഭാരം വന്നതുകൊണ്ട് ഇന്നുവരെ ആരും ദൈവത്തിൽ നിന്ന് അകന്ന ചരിത്രമില്ല കേട്ടോ. രോഗം വന്നതുകൊണ്ട് അധികമാരും ദൈവത്തിൽ നിന്ന് അകന്ന ചരിത്രമില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തിരമാലകൾ പോലെ തള്ളിക്കയറിയാലും നമ്മൾ ദൈവത്തെ വിട്ടു പോകത്തില്ലെന്ന് ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. എന്നാൽ പിശാചിനറിയാം എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരുവനിൽ പാപം ഉയർന്നാൽ, ഒരുവനിൽ പാപത്തിന്റെ സ്വാധീനങ്ങൾ ഉയർന്നാൽ, ഒരുവനിൽ പാപത്തിന്റെ ചിന്തകൾ ഉയർന്നാൽ അവൻ ദൈവത്തിൽ അകന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പാപത്തിന്റെ പിശാച് നമ്മിൽ പാപത്തിന്റെ ലാഞ്ചനകളും പാപത്തിന്റെ താൽക്കാലിക മോഹങ്ങളും പാപത്തിന്റെ ഇച്ഛകളും നമ്മിൽ കുത്തിഞ്ഞെരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മാസം ഞാൻ നിങ്ങളോട് പറയാ, നമ്മൾ ഇന്ന് പകൽ ജയിക്കാൻ പോകുന്നത് കടഭാരത്തിന്റെ ആത്മാവിനെ അല്ല. ഈ അന്തരീക്ഷത്തിൽ ഈ സെക്കൻഡിൽ ദൈവം അങ്ങനെ കൊണ്ടുപോയാൽ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആ മേഖല തൊട്. പക്ഷെ നമ്മൾ ഇന്ന് പകൽ ഈ മിനിറ്റിൽ ജയിക്കാൻ പോകുന്നത് കടഭാരത്തിന്റെ ആത്മാവിനെയല്ല. നമ്മൾ ഈ നിമിഷം ജയിക്കാൻ പോകുന്നത് പട്ടണത്തിലെ ചില പാപത്തിന്റെ സ്വാധീനങ്ങളെയാണ്. സഭ ഇന്ന് പകൽക്കാലം നേരിടാൻ പോകുന്നത് ഈ ദേശത്തിലെ ഒരു തലമുറയെ, ഒരു ജനത്തെ പാപിയാക്കി പാപത്തിന്റെ അകത്തടിമയാക്കി കളഞ്ഞ ഒരു ആത്മമണ്ഡലത്തെ ഒരുമിച്ച് നമ്മൾ ഇന്ന് പകൽ കീഴ്പ്പെടുത്താൻ പോകുകയാണ്. എനിക്കറിയാം, ഈ അന്തരീക്ഷം അസാധാരണമായി ഈ പ്രാരംഭ മിനിറ്റുകളിൽ തിരിയുന്നുണ്ട്. ഇതൊരു പ്രാർത്ഥനയ്ക്കപ്പുറം ഇന്നത്തെ പ്രാർത്ഥന ഒരു യുദ്ധമായി മാറുകയാണ്, ഒരു സ്പിരിച്വൽ വാൾഫെയറായി മാറുകയാണ്. അത് മതത്തോടുള്ള യുദ്ധമല്ല, സംഗീതകളോടുള്ള യുദ്ധമല്ല, സംഘടനകളോടുള്ള യുദ്ധമല്ല, മറിച്ച് പട്ടണത്തിൽ ജനത്തെ പാപത്തിനടിമയാക്കുന്ന ചില പാപത്തിന്റെ സ്വാധീനങ്ങളെ അഭിഷേകമുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ ആത്മാവിൽ അതിനെ ഉടച്ചുകളയുന്ന പ്രാർത്ഥനയായി ഇന്ന് പകലിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ണ് തെറ്റിൽ അകപ്പെടാതിരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും പാപത്തിലോട്ട് തിരിക്കുന്ന ചില സ്വാധീനങ്ങളെ, ദേശത്തിലെ ആധിപത്യങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുന്ന എനിക്കറിയാം, ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. ഇത് വീടുകൾക്കകത്തൊരു വിടുതലായി മാറുകയാണ്. ഈ പ്രാർത്ഥന കുടുംബങ്ങൾക്കകത്തൊരു അത്ഭുതമായി മാറുകയാണ്. ഈ എന്റെ വിഷയം പാപം എന്ന വിഷയമാണ്. പക്ഷെ ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. കുടുംബങ്ങളായി, തലമുറകളായി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പൊട്ടിച്ചു മാറ്റുന്ന ഒരു വിടുതലിന്റെ പ്രാർത്ഥനയും കൂടെയായി. ഓ രബാ ശംദരാദിയാനമസ്മർത്ഥനായ ഈ ഓൺലൈനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഓൺലൈനും കൂടെ ഉള്ളത് കൊണ്ടാണ്. അകത്തോ പുറത്തോ ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ നിയോഗം തരുന്നൊരു വാക്ക് ഞാൻ അങ്ങനെ കാണുകയാണ്, അകത്തോ പുറത്തോ. അതുകൊണ്ട് ഓൺലൈനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഈ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നെ ടെമ്പർ ചെയ്യുന്നൊരു വാക്ക് റോഹൻ എന്നൊരു വാക്കാണ്. ഇതിനകത്ത് അങ്ങനെ ആരും ഉണ്ടോ? റോഹൻ എന്ന പേരുമായി ബന്ധപ്പെട്ട് ഉണ്ടോ ആരിലും ഉണ്ടോ? മക്കളുടെ പേരാണോ റോഹൻ? മക്കളെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുന്നതിൽ വിരോധമുണ്ടോ? ഈ മക്കളുടെ പേരാണോ റോഹൻ? ഈ ഞാൻ ഓൺലൈനിലും കൂടെ ഉള്ളതുകൊണ്ടാണ് ചോദിച്ചു. ഇനി അതിനകത്ത് ആരാന്നെങ്കിലും അറിയത്തില്ല. എന്നെ നോക്കിയ മക്കളെ, എന്നോട് ഈ റോഹൻ എന്ന പേര് ദൈവാത്മാവ് എന്നോട് ഇടപെടുമ്പോൾ തന്നെ ഞാൻ കാണുന്ന മറ്റൊരു വാക്ക് തോമസ് എന്നൊരു വാക്കാണ്.
തോമസ് എന്ന വാക്കൂടെ ചേർത്ത് ഞാൻ കാണുകയാണ്. അങ്ങനെ ഈ തോമസ് എന്ന പേരുമായിട്ട് എന്തെങ്കിലും നിന്റെ പേരുമായിട്ട് ബന്ധമുണ്ടോ? കേട്ടില്ല. ഫുൾ അപ്പൻ്റെ പേരാണോ അതോ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണോ? ഈ ഞാൻ കാണുന്ന പേര് നിന്റെ പേരോടുകൂടെ ചേർന്ന് തോമസ് എന്നൊരു പേരുകൂടെ ഞാൻ കാണുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടാൻ പറയുന്നു. എൻ്റെ വിഷയം മറ്റൊന്നാണ്, പക്ഷെ എന്തോ ദൈവാത്മാവിനെ കൊണ്ടുപോയിട്ട് പറയുന്നു, കുടുംബങ്ങൾക്കകത്ത് നാളുകളായി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് പോലെ ഒരു കുരുക്കിനെ ഈ പ്രാർത്ഥനയും നിന്റെ മേൽ നിന്ന് ദൈവം പൊട്ടിച്ചു കളയുന്നുണ്ട്. ഈ പകൽ അടുത്ത ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ കഴിയാതെ, അടുത്ത ഒരു കാൽവയ്പ് വയ്ക്കാൻ കഴിയാതെ കാലുകളിൽ ഭാരമായി കിടക്കുന്ന ഒരു ചങ്ങലയെ ദൈവം ഇന്ന് പകൽ ആ പേരുകളുമായി തലമുറകളായി കൈമാറി വന്ന ചില ശാപങ്ങളെയും ഇന്നു രാത്രി പകലിലത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുന്നെന്ന് റബന ഹദുനി ജഗന വൈശസ് ബർത്തൽമനാദിയ ലമായ ഹദുനി ജഗൽമസ്മനായാദിയ. ദൈവം ചിലതിനെ തൊടുകയാണ്. മക്കളെ, ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും കാണുന്നൊരു വാക്ക്, ഈ കെയുമായി കെ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ആരെങ്കിലും നിന്റെ ഫാമിലി, അച്ഛൻ്റെ മോൻ നിങ്ങളുടെ ഫാമിലിയാന്ന് വെച്ചാൽ മോന, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്ന കേട്ടോ. എനിക്ക് ഞാൻ അവന് വേണ്ടി ദൂത് പറയുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് വളരെ ഈ കെയിൽ, അച്ഛൻ്റെ പേരെന്നാ കിരൺ എന്നാണോ പേര്, കെയിലാണോ തുടങ്ങുന്നത്? ഈ കുടുംബമായൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുക കേട്ടോ. ഈ എന്നെ കർത്താവ് കാണിക്കുന്നത് തോമസിൽ നിന്ന് അടുത്തൊരു കാക്ക് ഞാൻ കണ്ട കെയോട്ട് മാറി, അടുത്തു നിന്ന് റോഹനിലോട്ട്, ഇങ്ങനെ മാറി മാറി വരുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയിട്ടും അവരെ പിന്തുടരുന്നൊരു ഫറവോന്റെ വ്യാപാരത്തെ ചെങ്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞതുപോലെ ഈ പ്രാർത്ഥന നിങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബമായൊരു വിടുതൽ ഇന്ന് പകൽ നിങ്ങൾ കൈവരിക്കാൻ പോകുന്നെന്ന് ഈ ദൂത് ഞാൻ പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. 2010 മുതൽ തുടങ്ങിയ ഒരു 2010 മുതൽ ചങ്ങലകൾ പോലെ ഭാരമായി കിടക്കുന്ന ഒരു കുരുക്കിനെ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഉടച്ചു കളയുന്നെന്നും ആത്മാവ് എന്നോട് ഇന്ന് പകൽ പ്രവചിക്കാൻ പറയുന്നു. സഭ ഒരുമിച്ച് അതരങ്ങളെ തുറന്ന് 1-2 മിനിറ്റുകൾ ഈ അന്തരീക്ഷത്തെ സ്വാഗതം ചെയ്യാം. എനിക്കറിയാം വചനം ശുശ്രൂഷിക്കാനാണ് ഞാൻ നിൽക്കുന്നത്, പക്ഷേ ഇന്ന് പകൽ എന്തെന്നില്ലാത്തൊരു ദൈവമഹത്വം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ അന്തരീക്ഷത്തിന്റെ നടുവിൽ ചെയ്യുകയാണല്ലോ. ദൈവം ചിലതിനെ തൊടുന്നു, ദൈവം ചിലതിനെ തൊടുന്നു. ഇന്ന് പകൽ ഏതും മറവിലിരുന്നാൽ ദൈവത്തിനൊരുവനെ പൊക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ, പിശാച് എത്ര മറച്ചു വെച്ചാലും ദൈവത്തിനൊരുവനെ പൊട്ടിച്ചെടുക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ദൈവം ഇന്ന് പകൽ ചിലതിനെ പൊട്ടിച്ച് 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 ഇന്ന് പകൽ ദൈവം ചിലതിനെ തൊടും. എനിക്കുറപ്പുണ്ട് പരിശുദ്ധാത്മാവ് വീണ്ടും ചിലതിനെ തൊടും. ആഴമേറിയ നിയോഗങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതിനെ കൊണ്ടുപോകും. നമ്മുടെ വിഷയത്തിലോട്ട് വേഗം വരട്ടെ. ആത്മീക ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവിന് അവസരങ്ങൾ ഒരുക്കും. എങ്കിലും വചനം അത്യാവശ്യമാണ്. വചനം നമ്മുടെ ഇടയിൽ മുഴങ്ങിക്കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എനിക്ക് കാലഘട്ടത്തിൽ മനസ്സിലായ എൻ്റെ വചന പഠനങ്ങളിലും ശുശ്രൂഷകളുടെ വേദികളിലും മനസ്സിലായ എനിക്കൊരു കാര്യം, കൃപാവരങ്ങൾ ദൈവം ഒരു ദൈവ മനുഷ്യന് നൽകിയാൽ അതൊക്കെ പുറത്തു വരും. പക്ഷേ വചനത്തിൽ ഉറക്കിച്ചില്ലെങ്കിൽ, വചനം നമ്മിൽ ഉറച്ചില്ലെങ്കിൽ, ചിലപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മെ നടത്തിയത് പ്രവചനങ്ങൾ മാത്രമല്ല, നമ്മെ നടത്തിയത് കൃപാവരങ്ങൾ മാത്രമല്ല, നമ്മെ നടത്തിയത് വചനം കൂടെയാണ്. വചനമാണ് നമ്മെ വഴി നടത്തിയത്. വേഗം 1-2 ചിന്തനകൾ കൂടെ എനിക്ക് അതിനകത്തുനിന്ന് ഒരു 45 മിനിറ്റെങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് ഒന്ന് പറഞ്ഞു വന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാം. റോമാലേഖനം 6-11 വാക്യം, ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളെ തന്നെ
എണ്ണുവിൻ. താഴോട്ട് അടുത്ത പദങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കണം. നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു തുടങ്ങാൻ പോകുന്ന പദങ്ങൾ ഇങ്ങനെയാണ്: ചെറിയ പാപം വലിയ വാഗ്ദത്തത്തെ അടച്ചുകളയാൻ സാധ്യതയുണ്ട്. പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞത് പാപം ഒരു മനുഷ്യനിൽ വന്നാൽ, പാപ സ്വഭാവങ്ങൾ വന്നാൽ, അവൻ ആലയത്തിൽ നിന്നകലുമെന്നല്ല, അവൻ പള്ളിയിൽ നിന്നകലുമെന്നല്ല, അവൻ അകലുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പിശാച് ഒരു മനുഷ്യനിൽ എങ്ങനെയെങ്കിലും പാപത്തിന്റെ സ്വാധീനതകൾ കൊണ്ടിടാൻ ശ്രമിക്കും. നിങ്ങൾക്കറിയാം, മരുഭൂമിയിൽ യേശു ഉപവസിച്ചനന്തരം 40 ദിവസങ്ങളും പിശാച് യേശുവിനെ പരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമായ 3 പരീക്ഷകളിൽ ഒന്ന്, യേശുവിനോട് പിശാച് പറഞ്ഞൊരു പദമുണ്ട്: നിനക്ക് കഴിയുമെങ്കിൽ, നിനക്ക് വിശക്കുന്നെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി എന്ത് ചെയ്യുക, കഴിക്ക്. അക്ഷരാർത്ഥത്തിൽ പിശാചിന് നമ്മുടെ ജഡത്തിന്റെ വിശപ്പുകളെ നന്നായി അറിയാം. അത് മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ജഡത്തിന്റെ വിശപ്പുകൾ ഏറി വരുമ്പോൾ, കണ്ണിന് വിശക്കുമ്പോൾ കണ്ണിന്റെ വിശപ്പടക്കുന്ന ആഹാരവുമായി അവൻ വരും. എൻ്റെ കാതിന് വിശക്കുമ്പോൾ കാതിന്റെ വിശപ്പടക്കുന്ന ആഹാരമായി വരും. എൻ്റെ നാവിന് വിശക്കുമ്പോൾ നാവിന്റെ വിശപ്പടക്കുന്ന ആഹാരമായി അവൻ വരും. പക്ഷേ ഇന്ന് പകൽ PMGയോട് ഞാൻ പറയാം, ഈ പകൽ ജയിക്കാൻ പോകുന്നത് നമ്മൾ പാപത്തെയാണ്. നമ്മൾ ജയിക്കാൻ പോകുന്ന പാപ സംഹിതകളെയാണ്. നമ്മൾ പൊളിക്കാൻ പോകുന്നത് പാപ സ്വഭാവങ്ങളെയാണ്. നിങ്ങൾ ആ ഒരു വാക്ക് മാത്രം എടുത്ത് ഞാൻ പറയുന്നു. നിങ്ങൾ മക്കളെ 11 തന്നെ ഒന്നിട്ടടാ, 11 തന്നെ ഇട്ടെ. ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി എന്തു ചെയ്തവർ? മരിച്ചവർ. നിങ്ങളുടെ കൂടെ വരണം. ബൈബിൾ 2 പ്രധാനമായ മരണങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ ഇങ്ങനെ ഇച്ചിരി ഒന്ന് തൊട്ടു പോകുകയാണ്, പെതിയെ നുറേ കയറുന്നത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വരികയാണ്. 2 മരണങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നു. ഒന്ന് ജഡം സംബന്ധമായ ഒരു മരണം, അല്ലേ? ജഡം സംബന്ധമായ മരണം. 2 ബൈബിൾ പഠിപ്പിക്കുന്നത് ആത്മീക മരണമാണ്, ആത്മാവ് സംബന്ധമായ മരണം. ഇനി ആത്മമരണത്തിനകത്തു തന്നെ 2 വിഷയങ്ങളുണ്ട്. ആത്മമരണത്തിനകത്തു തന്നെ ഒന്ന് പാപി ആയി മരിക്കുന്ന മരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിരുന്നാൽ ഇത് കിട്ടത്തുള്ളൂ. ഒന്ന് പാപി ആയി മരിക്കുന്ന മരണവുമുണ്ട്. 2 പാപം സംബന്ധിച്ചു മരിക്കുന്നൊരു മരണവുമുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? പാപിയായി മരിക്കുന്ന മരണം, എൻ്റെ അവയവങ്ങളിൽ ഞാൻ പാപത്തെ അനുവദിച്ചിട്ട് ഞാൻ പാപിയായി ആത്മീകത്തിൽ നിന്നും മരിച്ചു പോകുന്ന ഒരു മരണാവസ്ഥയാണ്. എന്നാൽ രണ്ടാമത്തത് ഞാൻ പാപിയായി മരിക്കുകയല്ല, പാപം സംബന്ധിച്ചൊരു മരണം എൻ്റെ മേൽ ഞാൻ അനുവദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകൾ? ആദാമിനോട് സ്വർഗം പറഞ്ഞു, നീ ഈ ഫലം തിന്നാൽ നിനക്കെന്തുണ്ടാകും? മരണമുണ്ടാകുക. അക്ഷരാർത്ഥത്തിൽ ആദാമിൻ്റെ ശരീരം മരിച്ചിരുന്നില്ല, ആദാമിൻ്റെ ശരീരം കുഴിച്ചിടപ്പെട്ടില്ല. പിന്നെയോ അവനിൽ നിന്നും മരണപ്പെട്ടത് ദൈവം അവനും തന്ന തേജസ്സിനെയും ദൈവവുമായുള്ള ബന്ധത്തെയാണ്. ഒന്ന് ബൈബിൾ തന്നെ പൗലോസ് പഠിപ്പിക്കുന്നൊരു പദമുണ്ട്, ജന്മനാൽ ഉണ്ട്. ബൈബിൾ മറ്റൊരു ഭാഗം പഠിപ്പിക്കുന്നു, ക്രിസ്തു നിമിത്തന്മാരായി വരുമെന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ക്രിസ്തു നിമിത്തം എന്താണ് അതിൻ്റെ അർത്ഥം? ജന്മനാൽ വികാരങ്ങൾ ഒരുപക്ഷെ ഇല്ലാത്തവരുമുണ്ട്, ക്രിസ്തു നിമിത്തം അത് വേണ്ടെന്ന് വെക്കുന്നവരുമുണ്ട്. അതാണ് പാപം സംബന്ധിച്ചൊരു മരണം. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ കണ്ണിന് പാപം ചെയ്യുവാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരിക്കെ, എൻ്റെ നാവിന് പാപം ചെയ്യുവാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരിക്കെ, എൻ്റെ ത്വക്കിന് പാപം ചെയ്യുവാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരിക്കെ, ഞാൻ അതിനെ പാപം സംബന്ധിച്ച് എൻ്റെ മേലൊരു മരണം കൊണ്ടുവരികയും, ആ മരണം കൊണ്ടുവരിക മാത്രമല്ല, അടുത്ത പദം പറയുന്നു പാപം സംബന്ധമായി മരിച്ചവരെന്നും, അടുത്ത പദം ക്രിസ്തു യേശു ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ ഈ മരണം സംഭവിച്ചാൽ നിങ്ങൾ കൂടെ ഒന്ന് പാപിയായി മരിച്ചാൽ എന്നിലുണ്ടാകുന്നത് ആത്മീക നവോത്ഥാനമല്ല, ആത്മീക
മരണങ്ങളാണ്. പക്ഷെ പാപം സംബന്ധിച്ചു ഞാൻ മരിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്നിൽ ക്രിസ്തു വാഴാൻ തുടങ്ങുക, എന്നിൽ യേശു വാഴാൻ തുടങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുൻപോട്ട് വായിച്ചത്, ഇത് തന്നെ കിടക്കട്ടെ, മാറ്റണ്ട. നമ്മൾ വായിച്ച പദം ഇങ്ങനെയാണ്: പാപം ഇനി നിങ്ങളുടെ മർദ്ദിയ ശരീരങ്ങളിൽ ഇനി എന്ത് ചെയ്യരുത്, വാഴരുത് എന്നാണ്. ഇന്നലെ വരെ വാണു, എൻ്റെ കണ്ണിനെ വാണു. വാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ആര് വാഴുമോ അവൻ നിയന്ത്രിക്കും. ഒന്നുകൂടി ആ വാക്ക് ഞാൻ പറയാം: ആര് വാഴുമോ അവൻ എന്ത് ചെയ്യും? നമ്മുടെ തിരുവനന്തപുരത്തെ ആര് വാഴുമോ അവർ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. നമ്മുടെ കേരളത്തെ ആര് വാഴുമോ അവർ നിയന്ത്രിക്കും. ഇന്ത്യയെ ആര് വാഴുമോ അവർ നിയന്ത്രിക്കും എന്നുള്ളതുപോലെ പാപം എന്നിൽ വാണാൽ പാപം എന്നെ നിയന്ത്രിക്കാൻ സാധ്യതകളേറെയാണ്. പക്ഷേ ഇന്നു പകലിൽ നടക്കാൻ പോകുന്നത്, നമ്മുടെ അവയവങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ സ്വാധീനങ്ങളെ ദൈവം പൊട്ടിക്കുകയും അതേ അവയവത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയും ചെയ്യുകയാണ്. പാപത്തെ ജയിച്ചാൽ ഒരു ഗുണം ഞാൻ പറയാ, നമ്മൾ 10,000 പ്രാവശ്യം കൈവച്ച് പിടിച്ചാലും ഭൂതം പോകണമെന്നില്ല. പക്ഷേ പാപത്തെ കണ്ണുകൊണ്ട് ജയിച്ച പൗലോസ് കണ്ണുകൊണ്ടൊന്ന് നോക്കിയപ്പോൾ ആറ്ററയിലിരുന്ന പൗലോസിനോട് ഇവർ ദൈവദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ എന്നു പറഞ്ഞ സ്ത്രീയുടെ മേലുള്ള ദുർഭൂതത്തെ ഇളക്കിയത് ഉപവസിച്ചിട്ടല്ല, കരമടിച്ചിട്ടല്ല, ഒന്ന് മുഷിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ മേൽ ദുരാത്മാവ് ഇളകിയെങ്കിൽ ഈ പകൽ നിങ്ങളോട് പറയാം: കണ്ണിനെ ജയിച്ചവന്റെ നോട്ടം പിശാച് ഭയപ്പെടുക, കയ്യെ ജയിച്ചവന്റെ കയ്യെ പിശാച് ഭയപ്പെടുക, നാവിനെ ജയിച്ചവന്റെ നാവിനെ പിശാച് ഭയപ്പെടുക. ഇന്ന് പകൽ അങ്ങനെ ഒരു തലമുറ, അങ്ങനെ ഒരു ജനം യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ നടുവിൽ എഴുന്നേറ്റ് വരാൻ ഈ പകലിൽ ദൈവം ചിലതിനെ തൊടും. ദൈവത്തിൻ്റെ ഭയങ്കര കരവിടിറങ്ങി വരുന്നുണ്ട്. എന്തോ ദൈവാത്മാവ് അസാധാരണമായൊരു പ്രവാചക മാനുവൽ തുറക്കുന്നുണ്ട്. ഞാനൊന്ന് പിടിച്ചു വരികയാണ്. ഒരു പദം എന്തോ ദൈവാത്മാവ് ചിലതിനോട് ഇടപെടാൻ എന്നെ ഏൽപ്പിക്കുന്നു. ശൗലെന്ന മനുഷ്യൻ ഈ ശമൂവേലിൻ്റെ അടുക്കൽ വരുമ്പോൾ രാജകീയ അഭിഷേകം മേടിക്കാനൊന്നുമല്ല എന്ത് ചെയ്യുന്നേ, വരുന്നേ. ശൗൽ വരുന്നത്, പട്ടണത്തിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നു എന്നൊരു പദം കേട്ടിട്ടാണ് അവൻ വരുന്നത്. പക്ഷേ പ്രവാചകന്റെ മുൻപിൽ മുഴങ്കാല് കുത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു പദമുണ്ട്: നീ വന്നത് അപ്പന്റെ കഴുതയത്തിരക്കിയാണ്, പക്ഷെ നീ പോകാൻ പോകുന്നത് രാജകീയ അഭിഷേകം കൊണ്ടാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മ പറയുന്നു, ഒരു പ്രതീക്ഷയുമില്ലാതാണ് നിങ്ങൾ ഇതിനകത്ത് വന്നേ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു ജീവിതവുമായിട്ടാണ് നിങ്ങൾ വന്നേ. പക്ഷേ ആത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽ ചില അന്തരീക്ഷങ്ങൾ തിരിയും. ഇന്ന് പകൽ ചില വ്യക്തികളുടെ മേൽ കിടക്കുന്ന അന്തരീക്ഷങ്ങളെ പരിശുദ്ധാത്മാവ് തിരിക്കും. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്തുള്ള അന്തരീക്ഷങ്ങളെ ദൈവം തിരിക്കും. ആമേൻ പറഞ്ഞ് ആരാധിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അവർ ഇന്ന് പകൽ ചില മിനിറ്റുകൾ കർത്താവിനെ അപ്പോൾ പാപം നമ്മിൽ വന്നാൽ പാപം സംബന്ധമായ മരണവുമുണ്ട്. ആ വാക്ക് നിങ്ങൾ വിട്ടുപോകരുത്. ഈ പ്രസംഗത്തിൻ്റെ 1.5 മണിക്കൂറുള്ള ഏതു വാക്ക് വിട്ടുപോയാലും ഈ വാക്ക് വിട്ടുപോകരുത്. പാപിയായ മരണവുമുണ്ട്, പാപം സംബന്ധിച്ചൊരു മരണമുണ്ട്. നമുക്ക് വേണ്ടത് പാപിയായ മരണമല്ല, നമുക്ക് വേണ്ടത് പാപം സംബന്ധിച്ചൊരു മരണവും ക്രിസ്തുവിലുള്ളൊരു ജീവനുമാണ്. ഇനി പാപം നമ്മിൽ വന്നാൽ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളുണ്ട്. 1-2 വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട്. റോമാലേഖനം തന്നെ 3-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചോട്ടെ. പാപം നമ്മിൽ ഉയർന്ന നഷ്ടമാകുന്ന ഒന്നാമത്തെ കാര്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒന്ന്, പാപം നമ്മിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന നഷ്ടം കയ്യടിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. പാപം നമ്മിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന നഷ്ടം പ്രാർത്ഥനയല്ല. പിന്നെയോ പാപം നമ്മിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നഷ്ടം ദൈവ തേജസ് നമ്മിൽ നിന്ന് നഷ്ടമാകും. ഒരു 2 മിനിറ്റ് ശാന്തമായി ഞാൻ ആ പദം പറയാം. ദൈവ തേജസ് ഇല്ലാതെയും കൈയടിക്കാൻ പറ്റുമോ? പറ്റുമോ? ചിലർ പറയുന്നു പറ്റുകയില്ല എന്ന്,
ചിലർ പറയുന്നത് പറ്റുമെന്ന്. ഞാൻ പറയുന്നു എന്ത് ചെയ്യും? പറ്റും. നിങ്ങൾക്ക് ആത്മാവില്ലാതെ ഇവിടെ 2 കൈയടിച്ചെന്ന് പറഞ്ഞ് ഒരു വിരോധം ഒന്നില്ല, ഇല്ല. ആത്മാവില്ലാതെയും അന്യഭാഷ പറയുന്ന പലരും ഉണ്ട്. കാര്യം ഈ ഭൂതങ്ങളുടെ മേലുള്ളൊരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഈ പലയിടങ്ങളിൽ ചൊല്ലുമ്പം അന്യഭാഷ പറയുന്ന പലരും കൈ തലേ വയ്ക്കുമ്പോൾ പിന്നെ അന്യഭാഷ മാറി അകത്തിരിക്കുന്നയാൾ വെളിപ്പെടുന്നത് 1 അല്ല 10 അല്ല, ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ആത്മാവില്ലെങ്കിലും എന്ന് പറയാം, പിണക്കേച്ചു പോവല്ല, യാഥാർത്ഥ്യം നിങ്ങളോട് പറയുകയാണ്, സത്യസന്ധമായ കാര്യം പറയുകയാണ്. അടുത്തിരിക്കുന്നവർ കൈയടിക്കുന്നത് കാണുമ്പോൾ എനിക്കും കൈയടിക്കാൻ തോന്നും, സ്വാഭാവികം. അടുത്തിരിക്കുന്നവർ അന്യഭാഷ പറയുമ്പോൾ എനിക്കും അന്യഭാഷ പറയാൻ തോന്നും, സ്വാഭാവികം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ അന്യഭാഷയ്ക്കകത്തു ദൈവ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? എൻ്റെ ചോദ്യം, ഇവിടുത്തെ പാട്ടും പ്രസംഗങ്ങളും ആരാധനകളൊക്കെ കഴിഞ്ഞ് ഈ പ്രാർത്ഥന 1 മണിക്ക് കഴിഞ്ഞ് അടുത്ത് നിങ്ങൾ വാഹനമെടുത്ത് 2 മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്തിയച്ച് പായിട്ടൊരു 1-1.5 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹത്തോടെ പരമിരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, ആലയത്ത് അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ ആ ദൈവ സാന്നിധ്യത്തെ രുചിക്കാൻ കഴിയുന്നെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളാണ് ആത്മീകൻ. ആലയത്തിനകത്ത് വരുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ തൃപ്തപ്പെടാതെ എവിടേക്കയോ നമ്മിലെ ദൈവ സാന്നിധ്യത്തെയും തേജസ്സിനെയും ഊറ്റിക്കളയുന്ന, എടുത്തുകളയുന്ന, ഇല്ലാതാക്കി കളയുന്ന പാപ സ്വഭാവങ്ങൾക്കെതിരെ ഇന്നു പകൽ പോരാടാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നമുക്കൊരു കൃപ തരികയാണ്. ദൈവം ഒരു ബലം തരികയാണ്. പാപമുണ്ടായാൽ ആദ്യത്തെ നഷ്ടം നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടമാകും. ദൈവ സാന്നിധ്യം നഷ്ടമായാൽ നമ്മിൽ നിന്ന് എന്തോ ഒരു ശൂന്യത നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുക. നമ്മിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ നിരാശ നമുക്കുണ്ടാകുക. ദൈവ സാന്നിധ്യം അകന്നതിൻ്റെ വേദനകൾ ഉണ്ടാകുക. അതിന്നു പകൽ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. സാന്നിധ്യം അകന്ന ചിലർ എന്തോ ഈ ദൂത് ഞാൻ പറയുമ്പോൾ ദൈവം എന്നോട് പറയാൻ പറയുന്നു, ചിലരുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ട് നാളുകളായി, ചിലരുടെ പ്രഭാത പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. രാവിലെ അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, സന്ധ്യാ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. ആത്മാവ് എന്നോട് ഇന്ന് പകൽ ചിലരോട് വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ ആ പഴയ സാന്നിധ്യത്തിൽ തിരിച്ചു വരാൻ തയ്യാറായാൽ, പഴയ ദൈവ തേജസ്സിൽ തിരിച്ചു വരാൻ തയ്യാറായാൽ, ഇന്ന് പകലിൽ ആരും പറയാതെ ചിലത് ഓടാൻ തുടങ്ങുക, ആരും ഓട്ടിക്കാതെ ചിലത് ഓടാൻ തുടങ്ങുക. ഇന്ന് പകൽ ആ പഴയ പ്രാർത്ഥനയ്ക്കകത്ത്, ആത്മീക ബന്ധങ്ങളുടെ അകത്ത്, ദൈവ തേജസ്സിനകത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുപോകുകയാണ്. ശിഫാർത്ഥമനയ. 1, പാപം നമ്മിൽ വന്നാൽ നഷ്ടമാകുന്ന 1, ദൈവ സാന്നിധ്യം എന്താകും? നഷ്ടമാകും, തേജസ് നഷ്ടമാകും. 2, നമ്മിൽ ബന്ധം നഷ്ടമാകും. പാപം വന്നാൽ എന്തു നഷ്ടമാകും? ബന്ധം നഷ്ടമാകും. ബന്ധമുള്ളവനോട് കരമടിക്കാൻ ആരും നിർബന്ധിക്കണ്ട. നിർബന്ധിക്കണോ? ബന്ധമുള്ളവനോട് സ്തോത്രം പറയാൻ ആരെങ്കിലും നിർബന്ധിക്കണോ? വേണ്ട. ബന്ധമുള്ളവനോട് ഇന്നൊരു പ്രാർത്ഥനയുണ്ട്, വരണമെന്ന് നിർബന്ധിക്കണമോ? വേണ്ട. ബന്ധമുള്ളവൻ ഏതു പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി അവൻ ദൈവസന്നിധി വരും. ബന്ധമുള്ളവനോട് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കണ്ട. ബന്ധമുള്ളവനോട് ഫാസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കണ്ട. ബന്ധമുള്ളവനോട് ആത്മീക കാര്യങ്ങൾ നിർബന്ധിക്കണ്ട. ദൈവവുമായി ഒരു ബന്ധമുള്ളവൻ അവൻ ആ ബന്ധത്തിനകത്ത് അതൊക്കെ ചെയ്യുമെന്നേ. ഈ പകലിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ദൈവസഭയോട് ഞാൻ പറയാ, പിശാചിന്റെ പദ്ധതികളിൽ 1 പാപിയാക്കുക, 2 ബന്ധം നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ ഈ 2ാം ശനിയാഴ്ച ഫാസ്റ്റിങ്ങിന്റെ 2ാം ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫാസ്റ്റിങ്ങിന്റെ 2ാം ദിവസം പരിശുദ്ധാത്മാവ് ചിലതിനോട് ഇടപെടുന്നു. ബന്ധം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾക്കകത്ത് ഇന്ന് പകൽ കയറി വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആരുണ്ട് ആ ദൂതിന് ആമേൻ പറയാൻ? ആരുണ്ട് ആ ദൂതിന് ആമേൻ പറയാൻ? കടഭാരം മാറുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൈയടിക്കാൻ വളരെ ഇഷ്ടമാണ്.
ഞാനും അതിന് തെറ്റ് പറയുന്നില്ല. നമുക്ക് വിടുതൽ ആവശ്യമാണ്. രോഗം മാറുമെന്ന് പറയുമ്പോൾ കൈയടിക്കാൻ എനിക്കും ഇഷ്ടമാണ്. കാര്യം നമ്മളൊരു വിടുതൽ പ്രതീക്ഷിച്ച് വന്നവരാണ്. ദൈവം അതൊക്കെ ചെയ്യും. പക്ഷേ അതോടൊപ്പം ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് വിടുതലിന് വന്നവർ ഇതിനകത്തുണ്ടായേക്കും. അവരെല്ലാം തൊടും കർത്താവ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, പാപം വന്നാൽ ബന്ധം നഷ്ടമായി പോകുക. ബന്ധം നഷ്ടമായാൽ ഉണ്ടാകുന്ന അടുത്തൊരു കുഴപ്പം എന്നറിയാമോ? നമ്മൾ പതിയെ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങും. ഇന്ന് നമ്മൾ കുഴപ്പമില്ലെന്ന് പറയുന്ന പലതും നാളെ അത് ശീലമാകും. നാളെ എന്താകും? ബന്ധം നഷ്ടപ്പെട്ടാൽ എന്താകും? ശീലമാകും. ശീലമായാൽ നാളെ അതിൽ നമ്മിൽ നിന്ന് പിരിച്ചു മാറ്റാൻ കഴിയാത്തതുപോലെ പാപത്തിന്റെ സ്വാധീനതകൾ നമ്മിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാപം വന്നാൽ ബന്ധം നഷ്ടമാകും. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുള്ളത് കൊണ്ട് വേഗം കമ്പിവാചകത്തിൽ മാത്രം പറഞ്ഞു വിടുന്നു. നോട്ട് ചെയ്യുന്നവർക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത 3, പാപം നമ്മിൽ വന്നാൽ പ്രാർത്ഥന നഷ്ടമായി പോകും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 9:31. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. പാപികളുടെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. ഞാൻ നിങ്ങളെ പിണക്കാൻ പറയുകയല്ല. വചന വെളിപ്പാടിൽ വചനം നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ദൈവം വിശുദ്ധനാണ്. ആരാണ്? വിശുദ്ധനാണ്. നമ്മുടെ ഉള്ളിൽ ഈർച്ചയും നമ്മുടെ ഉള്ളിൽ പകയും നമ്മുടെ ഉള്ളിൽ പിണക്കവും നമ്മുടെ ഇടയിൽ ജാരശങ്കകളും നമ്മുടെ ഇടയിൽ ദൈവം വെറുക്കുന്ന എന്തെങ്കിലും, പൊതുവിലല്ല ഞാൻ പറയുന്നത്, വ്യക്തിപരമായി ഞാൻ പറയുകയാണ്. ഞാനും ദൈവദാസനും തമ്മിൽ വളരെ പ്രിയമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. കാണുമ്പോഴൊക്കെ കൈ കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു, സ്നേഹബന്ധം കാണിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാശം ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു തകർച്ച ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മുഴങ്കാല് കുത്തിയേച്ച് കർത്താവേ ഇങ്ങ് ഇറക്കിത്താപ്പെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും എനിക്ക് വേറെ പണിയുണ്ടാന്ന്. അതുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് പകൽ നമ്മിൽ പാപം മുഴച്ചു നിന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. വർഷങ്ങളായി നമ്മുടെ പ്രാർത്ഥന, ചില പ്രാർത്ഥനകൾക്ക് മറുപടി വരാത്തതിൻ്റെ കാരണം, വർഷങ്ങളായി ചില പ്രാർത്ഥനകൾ ജീവിക്കാത്തതിൻ്റെ കാരണം, ഇന്ന് പകൽ പാപത്തിൻ്റെ സ്വാധീനങ്ങളാണെങ്കിൽ എന്തോ ഈ ദൂത് ഞാൻ പറയുമ്പോൾ ഞാൻ കാണുന്ന ഒരു വെളിപ്പാട്, ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പൊടിഞ്ഞു വീഴുന്നത് പോലെ ഇന്ന് പകൽ ചില സ്വാധീനങ്ങൾ, പാപത്തിന്റെ സ്വാധീനങ്ങൾ ദൈവം ഇന്ന് പകൽ ചിലരിൽ നിന്ന് പൊട്ടിച്ചു കളയുകയാണ്. ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകാൻ പോകുകയാണ്. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകാൻ പോകുകയാണ്. ചില പ്രാർത്ഥനകൾ ഉയർത്തു വരാൻ പോകുകയാണ്. എന്തോ ദൈവാത്മാവിനോട് ഇടപെടുന്നു. ചില മുളകൾ പൊട്ടി വരുന്നത് പോലെ ഇതിനകത്ത് കർത്താവ് അങ്ങനെ ഒരു ശുശ്രൂഷ നൽകിയോണ്ടാട്ടോ ഞാൻ പറയുന്നേ. കർത്താവ് അങ്ങനെ ഒരു പുതപ്പിൻ്റെ മേലിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നൊരു വാക്ക് ഞാൻ പറയാം. ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഒരു മുള പൊട്ടാൻ സമയമായി നിന്നോട് ദൈവം പറയുന്നു. എന്നോട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നൊരു വാക്ക് ശ്രീല എന്നൊരു വാക്കാണ്. ഈ ശ്രീല എന്ന പേരുമായി ബന്ധമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഈ ശ്രീല അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? ഇല്ല. സ്തോത്രം. കർത്താവ് എന്തോ എന്നെ അങ്ങനെ നിർബന്ധിക്കുന്നു. ഈ പിണക്കല്ല, ചിലപ്പോൾ നിങ്ങൾക്ക്, ഞാൻ 1-2 അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലരിങ്ങനെ പറയുമ്പോൾ ചിലർക്ക് കൈവക്കാൻ മടി ഉണ്ടാവുന്നവരുണ്ട്. വേറൊന്നും അല്ല കേട്ടോ. കർത്താവ് അങ്ങനെ ഒരു ശുശ്രൂഷ നൽകിയോണ്ട് ചോദിക്കുകയാണ്. എന്നോട് കർത്താവ് അതങ്ങനെ നിർബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിനകത്തോ നിങ്ങളുമായുള്ള ബന്ധത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ
കർത്താവിനോട് പറയുന്നൊരു പദമാണ് ചില മുളകൾ പൊട്ടാൻ സമയമായെന്ന്. ദൈവം അങ്ങനെ കർത്താവ് ചെയ്യട്ടെ. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ട് കഴിഞ്ഞു വന്നാലും നിങ്ങൾ കണ്ടാൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമ്മുടെ നടുവിലുണ്ട്, കർത്താവിൻ്റെ കൃപ നമ്മുടെ നടുവിലുണ്ട്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, കരമുയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ നിന്ന പദം ഇങ്ങനെയാണ്: പാപം വന്നാൽ 1 സാന്നിധ്യം നഷ്ടമാകും, 2 ബന്ധം നഷ്ടമാകും, 3 പ്രാർത്ഥന നഷ്ടമാകും, 4 വാഗ്ദത്തം നഷ്ടമാകും. എന്താണ്? വാഗ്ദത്തം നഷ്ടമാകും. ചെറുതും വലുതുമായ അനേകം വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ചെറുതും വലുതുമായ വാഗ്ദത്തം. പ്രവാചകന്മാർ പറഞ്ഞ വാഗ്ദത്തം നമുക്കുണ്ട് അല്ലേ? പ്രവാചകന്മാർ നമ്മുടെ തലേ കൈവച്ച് പറഞ്ഞ ദൂതുകളുണ്ട്. എന്നാൽ ഒരു പ്രവാചകന്റെ കണ്ണിലും ദൈവം കാണിക്കാത്ത, ഒരു വെളിപ്പാടുകാരൻ്റെ കണ്ണിലും ദൈവം കാണിക്കാത്ത, എന്നെക്കുറിച്ച് ദൈവം മറച്ചു വച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ ഞാൻ വാഹനമെടുക്കുമ്പോൾ എന്നോട് ആരും പ്രവചിച്ചിരുന്നില്ല ഇന്ന വാഹനം എന്ത് ചെയ്യുമെന്ന്, എടുക്കുമെന്ന്. എന്നോട് ആരും അക്ഷരാർത്ഥത്തിൽ ദൂത് പറഞ്ഞിരുന്നില്ല. എൻ്റെ ദൂത് പറഞ്ഞ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒട്ടുമുക്കാൽ സംഭവങ്ങളും ഒട്ടുമുക്കാൽ കാര്യങ്ങളും പ്രവചനം പോലും വെളിപ്പെടാത്ത പലതുമാണ് ദൈവം നമുക്ക് വേണ്ടി എന്ത് തന്നേ. ആണോ? അപ്പോൾ പ്രവാചകന്മാർ നമ്മോട് പറഞ്ഞ ദൂതുകളുണ്ട്, അക്ഷരാർത്ഥത്തിലുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം എനിക്ക് വേണ്ടി മറച്ചു വച്ചിരിക്കുന്ന ചില പ്ലാനുകളുണ്ട്. ഈ പ്ലാനിനെ ഡിലേ ആക്കാൻ ശക്തിയുള്ളതാണ് പാപത്തിന്. മനസ്സിലായില്ല? ദൈവഹൃദയത്തിൽ ദൈവം വച്ച പ്ലാനുകളെയും പദ്ധതികളെയും പൊളിച്ചു കളയാൻ, അതിനെ മാറ്റിക്കളയാൻ ശക്തിയുള്ളതാണ് ഈ പാപമെന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്: പ്രാർത്ഥിച്ചു നേടിയത്, കരഞ്ഞു നേടിയത് പാപം ചെയ്തുടച്ചു കളയരുത്. നമ്മൾ ഫാസ്റ്റിങ്ങിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും നിലവിളിച്ചും മുഴങ്കാലിൽ നിന്നൊക്കെ മേടിക്കും വലുത്. പക്ഷേ നമ്മിലുണ്ടാകുന്ന പാപലാഞ്ചനകൾ, പാപസ്വഭാവങ്ങൾ, അതിനെല്ലാം പൊട്ടിച്ചു കളയാൻ സാധ്യതയുണ്ട്. ചെറിയ പാപം വലിയ വാഗ്ദത്തത്തെ എന്ത് ചെയ്യും? അടയ്ക്കും. ദൈവത്തിൻ്റെ ഉള്ളിലെ പ്ലാനുകളെ അടച്ചു കളയും. മോശ എന്ന മനുഷ്യൻ വായിപ്പിക്കുന്നില്ല, സമയം നമ്മുടെ മുൻപിൽ വേഗം ഓടിപ്പോകുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഡിസ്പ്ലേയിൽ ഇട്ടാൽ അത് നല്ലതായിരിക്കും. അവർ വായിക്കും. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതൽ 12 വരെ പഠിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതൽ 12 വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്, മോശയോട് ദൈവം ഒരു വാക്കും തീയാണ്. മോശയോട് ദൈവം പറയുകയാണ്, നീ പാറയോട് കൽപ്പിക്കണം അല്ലേ? പാറയോട് കൽപ്പിക്കണം. എന്നാൽ മോശ ചെയ്തത് പാറയോട് കൽപ്പിക്കുകയല്ല. അവൻ 1-ാം പ്രാവശ്യം പാറയെ അടിച്ചു. വെള്ളം തുറന്നോ? ഇല്ല. 2-ാം പ്രാവശ്യം അവൻ വീണ്ടും എന്ത് ചെയ്യാണ്? അടിക്കുകയാണ്. അർത്ഥം, ദൈവം പറഞ്ഞത് കൽപ്പിക്കാനാണ്. ദൈവം പറഞ്ഞത് പാറയോട് കൽപ്പിച്ചാൽ തുറക്കുമെന്നാണ്. പക്ഷെ മോശയ്ക്ക് ജനത്തോടുള്ള നീരസവും ജനത്തോടുള്ള ഒരു എരിവും കൊണ്ട് മോശ എന്നറിയാമോ, പാറയെ അടിച്ചു. നടന്ന സംഭവം ചെറിയൊരു കാര്യം. പാറയെ അടിച്ചാലും വെള്ളം എന്ത് ചെയ്യും? നിങ്ങളുണ്ടോ ഇതിനകത്ത്? അച്ഛാ, കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ്, കർത്താവ് പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനാണ്. അടിച്ചെന്ന് പറഞ്ഞ് ദൈവം വെള്ളം തുറക്കാതിരുന്നില്ല. ദൈവം വെള്ളം തുറന്നു. പക്ഷെ നടന്നൊരു കാര്യം, മോശേ, നീ ചെയ്ത ഈ ചെറിയൊരു കാര്യം നിന്റെ വലിയ വാഗ്ദത്തത്തെ അടച്ചു കളഞ്ഞു. മനസ്സിലാകുന്നവരുണ്ടോ ഇതിനകത്ത്? ഇച്ചിരേലും അതിനെ കിട്ടുന്നവരുണ്ടോ? ഒന്നുകൂടി ആ വാക്ക് ഞാൻ ആവർത്തിക്കാം. ചെറിയ പാപം വലിയ ചില വാഗ്ദത്തങ്ങളെ അടച്ചു കളയാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റപ്പദം ചോദിക്കട്ടെ. എല്ലാ വർഷവും ജനന മരണ നിരക്കുകൾ നിങ്ങൾ വായിക്കുന്നവരും കാണുന്നവരുമാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എല്ലാ വർഷവും കാട്ടുമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നത് 1000 അല്ലെങ്കിൽ ഒരു 10,000-ന് താഴെ, അപകടങ്ങളിലും ഒരു 10,000-ന് താഴെ. ഇങ്ങനെയൊക്കെ എഴുതി വന്ന അനന്തരം അവസാനം ഒന്ന് എഴുതിയിട്ടുണ്ട്, കൊതുക് കുത്തിച്ചാത്തത് ലക്ഷങ്ങളെന്ന്. എൻ്റെ ചോദ്യം, ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞമ്മളോട് ചോദിക്കുകയാണ്, കാട്ടുമൃഗമായ ആനയ്ക്കാണോ ബലം കൂടുതൽ, കൊതുകിനാണോ ബലം കൂടുതൽ? ആലോചിക്കാതെ പറ, പെട്ടെന്ന് പറ. PSC ഒന്നുമല്ല, കുറച്ച് നേരം കൂടി ഉള്ളൂ. ഏതിനാ? കേട്ടില്ല.
ഫയനൊന്നും അടിക്കുകയില്ല പറയുന്നേ. ആനയ്ക്ക് ഇപ്പോഴാണ് ഞാൻ കേട്ടോ. അപ്പം കാട്ടുമൃഗമായ ആനയ്ക്കാണ് ബലം കൂടുതൽ. ആനയും പുലിയും സിംഹവും കടുവയും എല്ലാവരും കൂടെ ചിന്തിച്ചിട്ടും 10,000 കൊന്നുള്ളൂ എന്ന്. അന്നേരമാണ് ഒരു അടിയടിച്ചാൽ ചാകുന്ന കൊതുക് ചിന്തിച്ചപ്പോൾ ലക്ഷങ്ങളെ കൊന്നു. അർത്ഥം ചെറുത് കുഴപ്പമില്ല എന്ന് നമ്മൾ വിടുന്ന പലതുമാണ് ഇന്നും നമ്മുടെ ആത്മീയതയുടെ അടുത്ത പടിയിൽ എടുത്തു വയ്ക്കാതെ നമ്മെ ഭാരമായി നിർത്തിയിരിക്കുന്നത്. വിട്ടുകളയണം ഇന്ന് പകൽ. നമ്മുടെ ചിന്തയിൽ ബാങ്ക് റോബറി മാത്രമാണ് പാപം. നമ്മുടെ ചിന്തയിൽ ഒരുവനെ കത്തിയെടുത്ത് കുത്തുന്നത് മാത്രമാണ് പാപം. നമ്മുടെ ചിന്തയിൽ നുണ പറയുന്നത് ഇതുവരെ എന്തായിട്ടില്ല. നമ്മുടെ ലിസ്റ്റിൽ ഇന്ന് വരെ അസൂയപ്പെടുന്നത് എന്തായിട്ടില്ല. നമ്മുടെ ലിസ്റ്റിൽ ഇന്ന് വരെ ഒരാളോട് ഈർച്ചയും പകയും ഉണ്ടാകുന്നത് എന്തായിട്ടില്ല. ആത്മീയതയുടെ 2 ലക്ഷണങ്ങൾ പറയാം. ആത്മീയതയുടെ 2 ലക്ഷണങ്ങൾ. മക്കളെ, ഞാൻ ഒന്നുകൂടെ നിന്നെ ഉദാഹരണം എടുക്കുവാണേ. എന്നെ നോക്കണേ, പിണങ്ങിയേക്കരുതേ. കുഞ്ഞിൻ്റെ അമ്മയോ അപ്പനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എന്നെ പിടിച്ചു നിർത്തരുതേ. ഒരു ചെറിയ ഉദാഹരണം പറയുവാണ്. മക്കളെ, ഈ പ്രാർത്ഥന കഴിഞ്ഞേച്ച് ഞാൻ പോകുമ്പോൾ എൻ്റെ വാച്ച് ഞാൻ ഇവിടെ മറന്നു വെച്ചു എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണമാണേ. എൻ്റെ വാച്ച് ഞാൻ ഇവിടെ മറന്നു വെച്ചു. അന്നേരം ഇവിടെ ആരുമില്ല, പാസ്റ്ററില്ല, ഞാനുമില്ല, ആരുമില്ല. അന്നേരം മക്കൾ അങ്ങനെ ചെയ്യുകയില്ല. എന്നോട് പിണങ്ങല്ലേ. ഈ ചിലപ്പോൾ അങ്ങനെ പിണങ്ങാൻ സാധ്യത, പിണങ്ങല്ലേ. ഒന്ന് ഉദാഹരണം പറയുവാണേ. അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് എന്നെ അടിച്ചേക്കരുത്. വാച്ച് എന്ത് ചെയ്തു കണ്ടു, വേഗം നിങ്ങൾ കൂടെ വരണം. അപ്പോൾ ആരുമില്ല. ഇതിനെ മക്കൾ എന്ത് ചെയ്തു, എടുത്തു. പോക്കറ്റെ വച്ച് വീട്ടിൽ ചെന്ന് പരമ്പ് വിരിച്ചു മുഴങ്കാല് കുത്തിയപ്പോൾ ഇതാരും കണ്ടില്ല, ഇതിനകത്താരും കണ്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു, നീ ചെയ്തതെന്തായില്ല, ശരിയായില്ല. എവിടെ നിന്നെടുത്തോ അവിടെ എന്ത് ചെയ്യണം, കൊണ്ടുവയ്ക്കണം. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരുണ്ടോ? അനുഭവിച്ചവരുണ്ടോ? 2, ഒന്ന് എടുത്തു, നമ്മൾ ചെയ്തു, നമ്മൾ പറഞ്ഞു, നമ്മൾ കോപിച്ചു, നമ്മൾ തെറ്റു ചെയ്തു. ചെയ്തതിനു ശേഷം നമുക്ക് എന്തു വന്നു? ഒരു പശ്ചാത്താപം വന്നു. 2, ഇവിടെ അതേ വാച്ച് വീണ്ടും ഇരിക്കുന്നു. ഈ ഹോളിൽ ആരുമില്ല, ഞാനുമില്ല, ആരുമില്ല, ക്യാമറയിൽ ഒന്നുമില്ല. ഈ വാച്ച് പിന്നെ അവിടെ ഇരിക്കുന്നു. 2, ഇത് എടുക്കാൻ കൈ കൊണ്ടുവരുമ്പോഴേ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ വാദിക്കുന്നു, നീ ചെയ്തത് ശരിയല്ല. മനസ്സിലായില്ല? എൻ്റെ ചോദ്യം, പരിശുദ്ധാത്മാവെന്നത് 2ാമത്തെ പാട്ടുപാടി അന്യഭാഷ പറഞ്ഞ് വിയർക്കാനുള്ള ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവെന്നത് കൃപാവരങ്ങൾക്ക് മാത്രമുള്ള എന്തോ ഒന്നെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തി തരുന്നവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണം കൂടെ പറയാം. ഉദാഹരണം പറഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും. 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. മക്കളെ, എന്നെ ഒന്നുകൂടെ ഉദാഹരണം എടുക്കുവാണേ. ഇനി പലരെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരാളുടെ വെറുപ്പ് സമ്പാദിക്കുന്നതാണ്, എല്ലാവരെയും വെറുപ്പിക്കുന്നതിനേക്കാളും. മക്കളെ, ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുകയാണ്. ഈ 1 കിലോ അരിക്ക് 45 രൂപ എന്നിരിക്കട്ടെ ശരാശരി നമ്മുടെ 1 കിലോ അരിക്ക്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയും അപ്പനും ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? അമ്മയുണ്ടോ? ഇല്ല, ആരുമില്ല. സ്തോത്രം. അപ്പോൾ പാസ്റ്റർ അങ്കിള് ഒരു 45 രൂപ അരി മേടിക്കാൻ എന്ത് ചെയ്യാണ്? ഒരു 100 രൂപ തന്നു വിടുകയാണ്. എന്തിന്? 1 കിലോ അരി മേടിക്കാൻ 45 രൂപ. അപ്പോൾ 45 കഴിഞ്ഞ് ശേഷം എത്ര കിട്ടണം? 45 കഴിഞ്ഞ് ശേഷം പിന്നെ 45 നിങ്ങൾ കണക്കിൽ എന്നെക്കാളും വീക്കാണല്ലോ. ശേഷം എത്ര കിട്ടണം? 55 കിട്ടണം. അപ്പോൾ എത്ര കിട്ടണം? 55 കിട്ടണം. കടക്കാരൻ തെറ്റി. ചിലർക്ക് തെറ്റാറുണ്ട്. കടക്കാരൻ തെറ്റിയേച്ച് 55 തരുന്നതിന് പകരം ഒരു 200 രൂപ എന്ത് ചെയ്തു? തിരിച്ചു തന്നു. തിരിച്ചു തരുമ്പോൾ നിങ്ങളല്ല കേട്ടോ, കുഞ്ഞിനെ ഉദാഹരണം പറയുകയാണ്, നിങ്ങളാരുമല്ല. ഇതിനെ മേടിച്ച് പോക്കറ്റിൽ വെച്ച് ഏലിയാവിൻ്റെ ദൈവം ഇന്നും കരുതുന്നു എന്ന് പറയരുത്. അതും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടക്കാരൻ തെറ്റി, അവൻ്റെ പ്രായത്തിൻ്റെ കണക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ തെറ്റി. ഇതും മേടിച്ചുകൊണ്ട് പോക്കറ്റ് ഇട്ടേച്ച് വന്നാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ കർത്താവ് പറയും, നിന്റെ ആരാധന ഈ ഭിത്തിക്കകത്ത് അവിടെ തട്ടിത്തട്ടി നിൽക്കത്തേ ഉള്ളൂ, മുകളിലോട്ട് പോകത്തില്ല.
ചെറിയ ചിലത് വെച്ച് ദൈവം നമ്മെ പരീക്ഷിക്കും. മക്കളെ, 5 രൂപ കണക്ക് നോക്കി ദൈവം പരീക്ഷിക്കും. അതിനകത്തു നീ വിശ്വസ്തനെന്ന് കണ്ടാൽ, ഒരു 45 രൂപ കണക്ക് ദൈവം നമ്മെ പരീക്ഷിക്കും. അതിൽ നീ വിശ്വസ്തനെന്ന് കണ്ടാൽ നിന്റെ കയ്യിൽ ദൈവം നന്മ കൊണ്ട് തൃപ്തനാക്കും. ഇന്ന് പകൽ വീണ്ടും ഞാൻ ആവർത്തിച്ച് ഇനി ഒരു 10 പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയാം, ചെറിയ പാപം വലിയ വാഗ്ദത്തങ്ങളെ അടച്ചുകളയാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം മൈന്യൂട്ടായ ചിലതിനെ ഈ പകൽ ആത്മാവിൽ ശാസിച്ചിട്ട് നമ്മൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചെറിയ പാപം വലിയ വാഗ്ദത്തത്തെ അടയ്ക്കും. നിങ്ങൾക്കറിയാം, ഏശാവ് എന്ന മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം പഠിക്കുമ്പോൾ 29 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒരു പായസത്തിന് വേണ്ടി, ചെറിയ ഒരു കപ്പ് പായസത്തിന് വേണ്ടി അവന്റെ വലിയ വാഗ്ദത്തത്തെ എന്ത് ചെയ്യാണ്? വായിപ്പിക്കാത്തത് സമയം നമ്മുടെ മുൻപില്ല. നിങ്ങൾക്കറിയാം ആ വാക്യങ്ങൾ. ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളാണ് ഈ പകൽ ഞാൻ വായിച്ചത്. നമ്മൾ ചിന്തിക്കുന്നത് എന്നാ, താൽക്കാലികമായ അനുഗ്രഹത്തിനു വേണ്ടി വലിയ വാഗ്ദത്തത്തെ അവൻ അടച്ചു കളയുകയാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് വരാൻ കാരണം അവൻ ചെറിയ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവൻ ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞതാണ്. ചെറുത് വലുതിനെ അടയ്ക്കാൻ സാധ്യതയുണ്ട്. ശൗൽ വായിപ്പിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം നോട്ട് ചെയ്ത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതിയാകും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 21, 22 വായിക്കുമ്പോൾ ചെറിയ പാപം ശൗലിനെ അവന്റെ രാജസന്നിധിയിൽ നിന്ന് വീഴ്ത്തിച്ചു കളയുകയാണ്. 2 ശമൂവേലിന്റെ പ്രവചനം 6-ാം അധ്യായം 6 മുതൽ 7 വരെ ഇങ്ങനെ നിരത്തിയാൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് പറയാൻ. 6-7 പഠിക്കുമ്പോൾ പുരോഹിതന്മാരുടെ തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ടതാണ് പെട്ടകം. പുരോഹിതന്മാരുടെ 2 ശമൂവേൽ 6-ാം അധ്യായം 6-7 വാക്യം പഠിക്കുമ്പോൾ പുരോഹിതന്റെ തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ട പെട്ടകം. എന്നാൽ ഉസ്സ എന്ന മനുഷ്യൻ അവൻ ചെയ്ത കാര്യം, ദൈവത്തോടുള്ള എരിവ് നഷ്ടപ്പെട്ടിട്ട്, ദൈവത്തോടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിട്ട് അവൻ ദൈവത്തിൻ്റെ പെട്ടകത്തെ കാളവണ്ടിയിൽ എന്ത് ചെയ്തു? വ്യവസ്ഥയോടെ ചെയ്യേണ്ടത് വ്യവസ്ഥയോടെ ചെയ്യാവൂ. ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്ത്യാനിത്വം എന്നത്, പെന്തക്കോസ്ത് എന്നത് കുത്തഴിഞ്ഞൊരു പുസ്തകമല്ല. മനസ്സിലായില്ല? അന്നോച്ചാ എങ്ങനെയും പോവാം, എങ്ങനെയും വരാം, ഞായറാഴ്ച വന്ന് ആരാധിച്ചാൽ മതി. ഇതല്ല പെന്തക്കോസ്ത്, ഇതല്ല ദൈവത്തിൻ്റെ അനുഭവം. എങ്ങനെയും പോവാം, എന്തും ചെയ്യാം, ഇവിടെ വന്ന് സ്തോത്രം പറഞ്ഞ, അതല്ല പെന്തക്കോസ്ത്. ഉസേ, നിനക്ക് തെറ്റി, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം എന്നുള്ളതായി കൃപകൾ തിരിഞ്ഞു എന്ന് നീ മനസ്സിലാക്കിയാൽ അത് നിനക്ക് വന്ന തെറ്റിദ്ധാരണ മാത്രമാണ്. ഉസ എന്ന മനുഷ്യൻ കാളവണ്ടിയിൽ കയറ്റി പെട്ടക കൊണ്ടുപോകുമ്പോൾ പെട്ടകമൊന്ന് ചലിച്ചു, ഇവൻ പെട്ടകത്തെ തൊട്ടു. ബൈബിൾ പറയുന്നു, കാലങ്ങൾ കഴിഞ്ഞ് അവൻ്റെ ന്യായവിധി വന്നെന്നല്ല, എപ്പോൾ തൊട്ടോ. എൻ്റെ ചോദ്യം, ഉസ പെട്ടകത്തെ അടിച്ചു നിലത്തിട്ട് പൊട്ടിച്ചോ? ഉണ്ടോ നിങ്ങൾ ഇതിനകത്ത്? അപ്പൊ ഉസ പെട്ടകത്തിൽ എന്തെങ്കിലും അകത്തിരുന്ന കൽപ്പലകകളോ തളുത്ത വടിയോ മണ്ണയിട്ട് വെച്ച പൊൻപാത്രമോ എന്തെങ്കിലും അശുദ്ധമാക്കിയോ? ഇനി മോഷ്ടിച്ചോ? ഒന്നും ചെയ്തില്ല. ഇതൊക്കെയെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്തോ വലിയ കാര്യം. എന്നാൽ ഇവൻ ചെയ്തത് ഈ പെട്ടകത്തെ തൊട്ടു. ഞാൻ നിങ്ങളോട് പറയാം, വ്യവസ്ഥയില്ലാതെ ദൈവകൃപയിൽ കൈവയ്ക്കരുത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നാം. പക്ഷെ ഞാൻ പറയാം, വിശുദ്ധിയോടും വ്യവസ്ഥയോടും നിന്നാലേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. വിശുദ്ധിയോടും വ്യവസ്ഥയോടും നിന്നാലേ ദൈവം മാനിക്കത്തുള്ളൂ. ഉസേ, നീ ഒത്തിരി വലിയ പാപമൊന്നും ചെയ്തില്ല കേട്ടോ. നീ ഇതിൽ തൊടുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി വരികയാണ്. ചെറിയ ഒന്ന് അവൻ്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കി. അനന്യാസ് സബീറ വലിയ തെറ്റൊന്നും ചെയ്തില്ല, ചെറിയൊരു കള്ളം, ഇത്രേനോ നിലമിറ്റു. അതെ, ഇത്രേനും തന്നെ നിലമിറ്റു. ആ ഒറ്റ വാക്ക് ഒരു കുടുംബത്തിന്റെ പതർച്ചയ്ക്ക് കാരണമായെങ്കിൽ പറഞ്ഞ് മുൻപോട്ട് പോകുന്നു. ചെറിയ
പാപങ്ങൾ വലിയ വാഗ്ദത്തത്തെ അടയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നു പകലിൽ പാപത്തിനോട്, ചെറിയ ചിലതിനോട്, ആരും കാണാത്ത ചെറിയ പാപം, പാസ്റ്ററിന്റെ കണ്ണ് വെട്ടിക്കുക, പ്രവാചകന്റെ കണ്ണ് വെട്ടിക്കുക, ഭാര്യയുടെ കണ്ണ് വെട്ടിക്കാം, ഭർത്താവിന്റെ കണ്ണ് വെട്ടിക്കാം, മക്കളുടെ കണ്ണ് വെട്ടിക്കാം, ആർക്കും ആരുടെയും കണ്ണടയ്ക്കാം. പക്ഷെ ദാനിയേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് എന്ന ബോധ്യത്തിനകത്തു ജീവിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തട്ടെ. അതാണ് ചെറിയ പാപം വലിയ വാഗ്ദത്തത്തെ അടയ്ക്കും. ഒരു പദം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ഉണ്ടോ? മനസ്സിലായില്ല. കണ്ടിട്ടുണ്ടോ ആൻറ്റി? കണ്ടിട്ടുണ്ടോ ചാ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ശിംശോൻ സിംഹത്തെ കീറിയച്ച് പെണ്ണ് കാണാൻ ചെന്നു. പെണ്ണ് കാണാൻ ചെന്നേച്ച് കടങ്കഥയൊക്കെ പറഞ്ഞ് ശിംശോൻ തിരിച്ചു വരുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, ഈച്ചയരിക്കേണ്ടടുത്ത്, പുഴുവരിക്കേണ്ടടുത്ത് ശിംശോൻ നോക്കിയപ്പോൾ 1 നമ്പർ തേൻകട്ട എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. വ്യവസ്ഥ എന്നാ ശിംശോനെ? പിണത്തിൽ എന്ത് ചെയ്യരുത്? പിണത്തിൽ തുടരുത്. ഇതാ വ്യവസ്ഥ. പക്ഷെ ബൈബിൾ പറയുന്നു അവൻ അതിൽ നിന്ന് തേൻകട്ട എടുത്തു. നിങ്ങളോട് ഞാൻ പറയാം, എത്ര മധുരിക്കുന്നതാണെങ്കിലും പാപത്തെ പാപമെന്നറിഞ്ഞാൽ അത് വിട്ടുകളയുന്നവനാണ് ആത്മീകന്. പാപത്തെ പാപമെന്ന് കണ്ടാൽ അതിൽ നിന്ന് ഉപേക്ഷിച്ചു നിൽക്കുന്നവനാണ് ആത്മീകന്. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയാം, ഈ പകൽ സെക്ഷൻ ഇതിനകത്താമേൻ പറയുന്നതിന് മുൻപ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു കൂട്ടം വിശുദ്ധന്മാർ ഇതിന്റെ നടുവിൽ എഴുന്നേൽക്കാനാണ്. ഒരു കൂട്ടം വിശുദ്ധ ജീവിതം നയിക്കുന്ന ആത്മമണ്ഡലത്തെ ചുമക്കുന്ന ഒരു കൂട്ടർ എഴുന്നേൽക്കാനാണ്. വേഗം പറഞ്ഞ് മുൻപോട്ട് പോട്ടെ. ഒരിക്കൽ ബിലയാം എന്ന മനുഷ്യന്റെ അടുക്കൽ ബാലാക്ക് എന്നൊരു രാജാവ് വന്നു. ബാലാക്ക് പണക്കിഴി വെച്ചപ്പോൾ ബിലയാം അതിൽ കൺമറഞ്ഞ് ബിലയാം പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളെ ശപിക്കാൻ എന്ത് ചെയ്യാം? വരാം. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടി മലയുടെ മണ്ടയ്ക്ക് കയറി ശപിക്കുമ്പോൾ ബിലയാം പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഇവർ പുല്ലുമേഞ്ഞ വീടുകൾ നോക്കി ബിലയാം പറഞ്ഞൊരു വാക്ക്, കാട്ടുപോത്തിന് തുല്യമായ ബലം ഇവർക്കുണ്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ കൂടാരം മാത്രം അടിച്ചിരിക്കുന്ന ആ വീടുകൾ നോക്കി ബിലയാം പറഞ്ഞൊരു പദമുണ്ട്, ദൈവ തേജസ് ഇവിടെ നിറഞ്ഞിരിക്കുന്നു. ആഭിചാരം യാക്കോബിന് എന്ത് ചെയ്യല? ഫലിക്കുകയല്ല. ലക്ഷണവിദ്യ ആർ കേൾക്കുകയല്ല? ഇസ്രായേലിനെ ഏൽക്കത്തില്ല എന്ന് പറഞ്ഞ ബിലയാം ശപിച്ചാൽ ശാപത്തിൻ്റെ മുൻപിൽ വീഴത്തില്ലെന്ന് മനസ്സിലാക്കിയ ബിലയാം രാജാവിനോടൊരു പദം പറഞ്ഞു, രാജാവേ, ആഭിചാരത്തിൽ ഇവരെ പിടിക്കാനൊക്കെയല്ല, മന്ത്രവാദത്തിൽ ഇവരെ പിടിക്കാനൊക്കെയല്ല, ശകുനവാദത്തിൽ ഇവരെ പിടിക്കാനൊക്കെയല്ല, പിന്നെ ഇവരെ പിടിക്കാൻ ഒരു പ്രധാന വഴിയുണ്ട്. എന്നാ? ഇവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക. ഗൗരവമായ പദമാണത്. ഗൗരവമായ പദം, ചുമ്മാതെ കേട്ടുവിടേണ്ട പദമല്ലത്. ഗൗരവമായ ആത്മീകാഴങ്ങളുള്ള പദം. എന്താ പദം പറയുന്നതെന്നറിയാമോ? ആഭിചാരത്തിന് തൊടാൻ നിങ്ങളെ ഒക്കെയല്ല, വിശ്വസിക്കാൻ പറ്റുമോ? മന്ത്രവാദത്തിന് തൊടാൻ ഒക്കെയല്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ ബിലയാം പറഞ്ഞു, പാപം പാളയത്തിൽ വന്നാൽ ദൈവം പാളയം വിട്ടു പോകും. അവരോട് പറഞ്ഞു, വിഗ്രഹാർപ്പിതം തിന്നാനും പരസംഗം ചെയ്യാനും അവരെ നിർബന്ധിച്ചു. അവർ പാപത്തിന് അടിമയായപ്പോൾ, പാപം അവരിൽ പെരുകാൻ തുടങ്ങിയപ്പോൾ ദൈവം പാളയം വിട്ടിറങ്ങി. ഇന്ന് പകലിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ചെറിയ പാപം വലിയ വാഗ്ദത്തങ്ങളെ അടച്ചുകളയാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ അതുകൊണ്ട് പാപത്തിന്റെ സ്വാധീനങ്ങളെ പൊട്ടിച്ചു കളയുന്നൊരു പ്രാർത്ഥനയായി ഇത് മാറും. പാപത്തിന്റെ വെല്ലുവിളികളെ പൊട്ടിച്ചു കളയുന്ന പ്രാർത്ഥനയായി മാറും. 1-2 മിനിറ്റുകൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? എന്തിനെന്നറിയാമോ? പാപത്തിന്റെ സ്വാധീനത്തിൽ കിടക്കുന്ന ആയിരങ്ങളുണ്ട്, പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആയിരങ്ങളുണ്ട്. അതിനെ യേശുവിന്റെ നാമത്തിൽ വെട്ടിയെടുത്ത് സഭയോട് ചേർത്തൊട്ടിക്കാൻ ഇന്ന് പകൽ പാപത്തിന്റെ സ്വാധീനങ്ങളെ പൊട്ടിച്ചു കളയുന്ന ആത്മമണ്ഡലത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുവരാം. ഇന്ന് പകൽ എത്ര പേർ ആദരങ്ങൾ തുറന്നു പറയും, ഇന്ന് പകലിൽ ഇതൊരു വിടുതലിന്റെ സമയമായി മാറുകയാണ്.
ഈ പകലിൽ പ്രാർത്ഥിക്കുന്നവനെതിരെ ഏതു തന്ത്രം പിശാച് വെച്ചാലും പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ അത് നിർവീര്യമായി പോകും. ആമേൻ പറയാൻ പറ്റുമോ? അഭിഷേകമുള്ളവന്റെ മുൻപിൽ ശത്രു എന്തു പദ്ധതി വെച്ചാലും ഈ പ്രാർത്ഥനയിൽ അത് ഒന്നുമല്ലാത്തതായി മാറും. കാരണം എന്നറിയാമോ? ഇന്ന് പകലിൽ നമ്മിൽ വ്യാപരിക്കുന്നത് പാപത്തിൽ തോറ്റവന്റെ ആത്മാവല്ല. നമ്മിൽ വ്യാപരിക്കുന്നത് മരുഭൂമിയിലെ പാപത്തിൽ ഉടഞ്ഞുപോയവന്റെ ആത്മാവല്ല. നിങ്ങളിൽ വ്യാപരിക്കുന്നത് പാപത്തെ ജയിച്ച, പാപം സംബന്ധമായ മരണം മരുഭൂമി മുതൽ കൊണ്ടുവന്ന ഒരുവനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവജനത്തോട് ഞാൻ പറയാം, ഇന്ന് പകൽ അതേ വിടുതലുകൾ നമ്മുടെ മേലും കർത്താവ് ചെയ്യുകയാണ്. അതേ വിടുതലുകൾ സ്വർഗം നമ്മുടെ മേലും ചെയ്യുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, പാപം സംബന്ധമായ മരണത്തിനകത്ത് സ്വർഗം ജനനെ കയറ്റുകയും. ഇനി അടുത്ത പ്രധാന ഭാഗം അതാണ്. എന്താ? പാപം സംബന്ധമായ മരണം നമ്മിൽ വന്ന് അടുത്ത ഗുണം എന്താണ്? ഇന്നലെ വരെ പാപം വാണ കണ്ണിൽ നാളെ ദൈവം വാഴാൻ തുടങ്ങും. ഇന്നലെ വരെ പാപത്തിന്റെ സ്വാധീനമാണ് എൻ്റെ അവയവങ്ങളിൽ ദൈവം വാഴാൻ തുടങ്ങുക. അർത്ഥം, ഇന്നലെ വരെ എൻ്റെ കണ്ണിനെ ഉപയോഗിച്ച് പിശാചിന്റെ രാജ്യത്തെ വളർത്തിയെങ്കിൽ ഇന്നു മുതൽ എൻ്റെ കണ്ണിനെ ഉപയോഗിച്ച് ദൈവം ദൈവരാജ്യത്തെ വളർത്തും. ആഹാ, ഇന്നലെ വരെ എൻ്റെ നാവിനെ ഉപയോഗിച്ച് പിശാചിന്റെ രാജ്യത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിൽ ഇന്നു പകൽ അതേ നാവ് കൊണ്ട് ദൈവം ഇന്നു പകൽ അവന്റെ രാജ്യത്തിന്റെ പ്രവൃത്തികൾ ആവിഷ്കരിക്കുകയാണ്. ഈ ദൂത് ഞാൻ പറയുമ്പോൾ സഭയോട് ഞാൻ ആത്മാവിൽ പറയാം, ഇന്നു പകൽ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇന്നു പകൽ നമ്മുടെ അവയവങ്ങളെ തൊടുന്നൊരു അഭിഷേകം, നമ്മുടെ അവയവങ്ങളെ തൊടുന്നൊരു ദൈവശക്തി, നമ്മുടെ അവയവങ്ങളെ തൊടുന്നൊരു ആത്മമണ്ഡലം ഇന്ന് പകൽ തുറന്നു വരാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതരം തുറന്ന് കരമടിച്ച് ഒരു മിനിറ്റ് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ അടുത്ത 10-15 മിനിറ്റ് ഇതിന്റെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തി ചലിക്കും. അടുത്ത 10-15 മിനിറ്റ് ഇതിനകത്ത് ദൈവ പ്രവൃത്തി ഉണ്ടാകുക. ഈ പകലിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അവയവങ്ങളെ പാപത്തിന്റെ സ്വാധീനത്തിലും രോഗത്തിന്റെ സ്വാധീനത്തിലും പിശാചാക്കി വെച്ച എല്ലാ സ്വാധീനങ്ങളെയും ഇന്ന് പകലത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുന്ന ദൈവം ചിലതിനെ തൊടുന്നല്ലോ. ആത്മാവ് ഇന്ന് പകൽ ചിലതിനെ തൊടുന്നല്ലോ. ലബാ സമാധാനായ ദൈവം ഇന്ന് പകൽ ചിലതിനെ തൊടുന്നല്ലോ. ആത്മാവ് നിന്നെ തൊടുകയാണ്. ആത്മാവ് നിന്നെ തൊടുകയാണ്. ഇന്നു പകൽ 3 വിഷയങ്ങളുടെ വാതിൽ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നെന്നും സഹോദരി ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും എന്നുള്ളത് പോലെ ഒരു ദൈവപ്രവർത്തിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നിന്നെ ആക്കുകയും. എന്നെ നോക്കിയേ, പരാജയം എന്നു പറഞ്ഞ വിഷയത്തിൻ്റെ നടുവിൽ ഇന്നു പകലിൽ ദൈവത്താൽ ഒരു വിജയമുണ്ടാകുകയും ചെയ്യുമെന്ന് എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു. ഇരുണ്ടു കിടക്കുന്ന, ഞാൻ കാണുന്നത് അങ്ങനെയാണ്, ഇരുണ്ടു കിടക്കുന്ന ഒരു മേഖല വെളിച്ചമായി മാറുന്നത് പോലെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയായി മാറുന്നു എന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് ആലോചന പറഞ്ഞ് നിന്നെ ഉറപ്പിക്കുകയാണ്. 2, നിന്നെ രോഗിയാക്കാൻ. എന്നോ നോക്കിയേ, ഇടമാറി എന്നോട് കർത്താവ് തിരമാലകൾ വരുന്നത് പോലെ 3 മാസം വലിയ കുഴപ്പമൊന്നുമില്ല, അടുത്ത ചില മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും വിഷയം, പിന്നെയും രോഗം, പിന്നെയും പോരാട്ടം, ഇങ്ങനെ ഇടമാറി വരുന്ന ഒരു മേഖലയെയും ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിന്നും കുടുംബത്തിൽ നിന്നും പൊട്ടിച്ചു കളയുന്നെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറഞ്ഞ് നിന്നെ ഉറപ്പിക്കുകയാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ?
ദൈവം ഇന്ന് പകൽ നമ്മെ തൊടുന്ന പകലായി. ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വെളിപ്പെടുന്ന പകലായി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ഇടപെടുന്ന പകലായി. ഒരു 5-10 മിനിറ്റുകൾ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമ്മൾ വചനം കേട്ട് തൃപ്തരായി പോകുക മാത്രമല്ല, ചില വിടുതലുകൾക്കകത്തുകൂടെ കർത്താവ് നമ്മെ കടത്തിവിടുകയാണ്. കർത്താവ് നമ്മെ കടത്തിവിടുകയാണ്. ദൈവത്തിൻ്റെ കരം ചിലതിനെ തൊടുകയാണ്. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ പകൽ ഈ ജനം പ്രാർത്ഥന കഴിഞ്ഞതിനകത്തു നിറങ്ങുന്നതിന് മുൻപ് അവയവങ്ങളിൽ വാഴേണ്ടത് പാപമല്ല, അവയവങ്ങളിൽ വാഴേണ്ടത് ബന്ധനങ്ങളല്ല, അവയവങ്ങളിൽ വാഴേണ്ടത് സ്വാധീനങ്ങളല്ല, അവയവങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വാഴാൻ, ദൈവകൃപയുടെ ശക്തി വാഴാൻ ഇന്ന് പകൽ ദൈവം ചിലരെ തൊടുകയാണ്. ഷായി ലാബ്രസ്മരാദിയ ഇന്ന് പകൽ അത് നിങ്ങളുടെ മേലും സംഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ശക്തിയോടെ വെളിപ്പെടുകയാണ്. ആത്മാവ് ചില അവയവങ്ങളെ ഇന്ന് പകൽ സ്വാതന്ത്ര്യമാക്കുകയാണ്. ചില കണ്ണിൻ്റെ മേൽ, ചില അവയവങ്ങളുടെ മേൽ വന്ന വിഷയങ്ങൾക്കകത്തു നിന്നും ദൈവം ഇന്ന് പകൽ ഒരു വിടുതലയക്കുകയാണ്. ഇന്ന് പകൽ പാപത്തെ വാഴാൻ അനുവദിക്കാത്തൊരു തലമുറ, പാപത്തെ വാഴാൻ അനുവദിക്കാത്തൊരു തലമുറ. എന്താ പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്നത് പാപത്തെ വാഴാൻ ഇനി അനുവദിക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണം നടത്താൻ ഇനി നമ്മൾ അനുവദിക്കരുത്. ഇന്ന് പകലിൽ അവയവങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ സ്വാധീനം പൊട്ടുമ്പോൾ, നിങ്ങൾ ഇന്നലെ വരെ പിശാച് ഉപയോഗിച്ച ഈ കൈ, ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം, ഇന്നലെ എൻ്റെ കോപത്തെ പിശാച് ഉപയോഗിച്ചെങ്കിൽ, ഇന്നലെ വരെ എൻ്റെ ചിന്തകളെ പിശാച് ഉപയോഗിച്ചെങ്കിൽ, ഇന്നലെ വരെ എൻ്റെ ശരീരത്തെ പിശാച് ഉപയോഗിച്ചെങ്കിൽ, ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ദൈവകൃപയ്ക്കകത്തു നമ്മെ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന, വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, കണ്ണിനെ ജയിച്ചവന്റെ നോട്ടം പോലും ദുർഭൂതത്തെ ഇളക്കിയെങ്കിൽ, ഇന്ന് പകൽ പാപത്തെ ജയിച്ച നിങ്ങൾ ഒരു പട്ടണത്തിൽ ഇറങ്ങി നിന്നാൽ, അഭിഷേകമുള്ള നിങ്ങൾ ഇറങ്ങി നിന്നാൽ, പാപത്തെ ജയിച്ച നിങ്ങൾ കരമുയർത്തിയാൽ, പാപത്തെ തോൽപ്പിച്ച നിങ്ങൾ വായി തുറന്നാൽ, പാപത്തെ തോൽപ്പിച്ച നിങ്ങൾ കരമുയർത്തിയാൽ, അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നല്ല, അടയാളങ്ങളും വിടുതലുകളും. തുറക്ക, ആത്മശക്തി തുറന്നു വരട്ടെ, അഭിഷേകത്തിന്റെ ശക്തി തുറന്നു വരട്ടെ. റൈഥൽ മസ്ബർഥന ലബാസ്ബരായ ലൈഫ് റസ്ബൽ ബർഥൽ മനാസിയം ദരായ വൈശബൽ ഖമാന ഹത്തുൽ പ്രബച്ചസിയാന. ഒരു തുറവ് ഇന്നുണ്ടാകും. ഈ പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള അടുത്ത ഞാൻ കാണുന്നൊരു വെളിപ്പാട്, അങ്ങനെ ഞാൻ പറയാം. ഞാൻ കാണുന്നത്, നിങ്ങളുടെ പുറകിൽ താക്കോലുമായി നിൽക്കുന്നൊരു മനുഷ്യനെ ഞാൻ കാണുകയാണ്. ഇന്ന് പകലിൽ ഈ പ്രാർത്ഥനയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു തുറവ് നിങ്ങളുടെ മേൽ മാത്രമല്ല, ചില എന്നോട് കർത്താവ് പറയുന്നത് പറഞ്ഞ് ഞാൻ പറയാം, അടയപ്പെട്ടതുപോലെ കിടക്കുന്ന വിഷയം. ഈ ദൂത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ തരുന്നൊരു പ്രേരണ, ഒരു വാക്ക് നോബിൾ എന്നാണ്. അങ്ങനെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? നോബിൾ എന്ന പേരുമായിട്ട്, അച്ഛൻ്റെ പേരാണോ നോബിൾ? അച്ഛൻ്റെ പേര് തന്നെയാണ് നോബിൾ. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ കാണിക്കുന്നൊരു വാക്ക് നോബിൾ എന്നൊരു വാക്കാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് തന്നെ അപ്പോൾ ആലോചന പറയാൻ പറയുന്നു. ഇന്ന് പകൽ അബ്രഹാമിൻ്റെ വീട്ടിലിറങ്ങി തുറന്ന ചില വിഷയങ്ങൾ പോലെ ഈ പകൽ കാലങ്ങളായി കേട്ടിട്ടും നിറവേറാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്നു പകലൊരു നിറവേറുണ്ടാകുന്നെന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ആലോചന പറഞ്ഞ് ഇന്ന് പകൽ നിങ്ങളെ ഉറപ്പിച്ചു വിടുകയാണ്. ഈ പകൽ ദൈവാത്മാവ് എന്നോട് വീണ്ടും ഇടപെടുന്നു. അരയ്ക്ക് താഴോട്ട് തളർത്തിക്കളയാൻ, മരുന്നിന് അടിമയാക്കാൻ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കാൻ,
പിശാച് വച്ചൊരു നുകത്തിന്റെ അടിവേരിനെയും ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ വേരോടെ പൊട്ടിച്ചു കളയുന്നെന്നും എന്നോട് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഇതൊരു വിടുതലിന്റെ പകലായി മാറുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കാം, ഇത് ഒരാളുടെ വിടുതലല്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഒരു കൂട്ടം പേരുടെ വിടുതലായി ഈ പ്രാർത്ഥന മാറുകയാണ്. ഒരു കൂട്ടം പേരുടെ അത്ഭുതമായി ഈ പ്രാർത്ഥന മാറുകയാണ്. എന്നോട് ആത്മാ പറയുന്നു, അടയപ്പെട്ട രാജ്യങ്ങൾ തുറക്കുകയാണ്. അടയപ്പെട്ട ചില പട്ടണങ്ങളിൽ തലമുറകളെ ഒതുക്കിയ ദൈവം അവനോട് പ്രവചിക്കാൻ പറയുന്നു, ഇതുവരെ മൂവാകാത്ത ചില പേപ്പറുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ മൂവാക്കുകയാണ്. തടയപ്പെട്ട് കിടന്ന വിഷയങ്ങൾ ഇന്ന് പകൽ തടകൾ പൊട്ടി 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 നിങ്ങളുടെ തലമുറയുടെ മുൻപിൽ അടയപ്പെട്ട വിഷയങ്ങൾ, നിങ്ങളുടെ ഭാവിയുടെ മുൻപിൽ അടയപ്പെട്ട വിഷയങ്ങൾ, ഇനി തുറക്കത്തില്ല എന്ന് നമ്മൾ കരുതിയ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ആത്മാവ് തുറക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതരങ്ങളെ തുറന്ന് ആരാപര നീ തോറ്റുപോയെന്ന്, ആരാപര നീ പരാജയപ്പെട്ടു പോയെന്ന്, ആരാപര 2026 ശാപമാണെന്ന് ഇന്ന് പകൽ ആത്മാവ് തിരിച്ചു പറയുന്നു. ഇത് ശാപമല്ല. 2026 നിങ്ങളുടെ ചില വീടുകൾക്കകത്ത് ദൈവപ്രവൃത്തി ഇറങ്ങുന്നല്ലോ. ഞാനിവിടെ നിൽക്കുന്നത് മുതലേ, ഈ പുൽപ്പറ്റി കയറിയത് മുതലേ ആത്മാവിനോട് പറയുന്ന വാക്കാണ്, ഞാൻ ചിലതിന്റെ വീടുകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് അഭിഷേകം ചലിച്ചു തുടങ്ങട്ടെ, അഭിഷേകം ചലിച്ചു തുടങ്ങട്ടെ. പട്ടണത്തെ ദബോരയുടെ മേൽ വീണതുപോലെ അഭിഷേകം, ന്യായപാലനത്തിന്റെ അഭിഷേകം. ഇന്ന് പകലിൽ വിടുതലിന് വേണ്ടി വന്നവർ, ഒരു അത്ഭുതം കാണാൻ വന്നവർ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ചിലതിന്റെ മേൽ വിടുതലിന്റെ കരമായി, അത്ഭുതത്തിന്റെ കരമായി, ആത്മപകർച്ചകളുടെ മിനിറ്റുകളായി PMG ചർച്ച ആത്മപകർച്ചകൾക്ക് പുറകിൽ നിൽക്കുന്ന ചർച്ചല്ല. PMG ചർച്ച ആത്മമണ്ഡലങ്ങൾ തൊടാത്തവരല്ല നിങ്ങൾ. പക്ഷെ ഇന്ന് പകൽ പാപത്തെ ജയിച്ച ഒരു തലമുറയോട് സ്വർഗം പറയുന്നു, മുട്ടോളം കല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു ആത്മമണ്ഡലത്തെ ഇന്ന് പകൽ തൊടാൻ പോകുന്നത് ജഡീകന്മാരല്ല, പാപത്തെ ജയിച്ചൊരു കൂട്ടർ. ആത്മീക സ്വാതന്ത്ര്യം എന്തെന്നും, ആത്മസന്തോഷം എന്തെന്നും, ആത്മനിറവ് എന്തെന്നും തൊടുന്നു. ദൈവം ചിലതിനെ ഇന്നു പകലിൽ ചിലരെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ചിലരുടെ ആത്മമണ്ഡലം തിരിയുകയാണ്. ചിലരുടെ ആത്മമണ്ഡലത്തെ സ്വർഗ്ഗം തിരിക്കുകയാണ്. ഒരു തലമുറയെ മരുഭൂമിക്കകത്ത് പാപം കൊണ്ട് തളച്ചിടാമെന്നും, ഒരു തലമുറയെ മരുഭൂമിക്കകത്ത് ചുറ്റിപ്പിച്ച് നടക്കാമെന്ന്, പാപത്തിൽ അവനെ ബന്ധിച്ചു കളയാമെന്ന് പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ സ്വർഗം പറഞ്ഞ, പിശാചേ, നീ ഇന്നലെ വരെ കണ്ടത് മരുഭൂമിയുടെ പാപത്തിൽ തോറ്റുപോകുന്നവനെയാണ്, മരുഭൂമിയിലെ വിശപ്പിന്റെ മുൻപിൽ തോൽക്കുന്നവനെയാണ്. പക്ഷെ നീ മരുഭൂമി മുതൽ ഒരു പുത്രോത്വത്തെ കാണാൻ പോവുകയാണ്. അവൻ മരുഭൂമിയുടെ ജഡത്തിന്റെ വിശപ്പിന്റെ മുൻപിൽ തോൽക്കുന്നവനല്ല, അവൻ വചനത്താൽ ചിലതിനെ ജയിക്കുന്നവന്. അങ്ങനെ ഒരു തലമുറ, പാപത്തെ ജയിക്കുന്ന തലമുറ, പാപത്തിന്റെ താൽക്കാലിക മോഹങ്ങളെ പൊട്ടിച്ചു കളയുന്ന
ശൈഥൽ മനാ സംഭവാദിയാന വേദൽ ഖമാലമസ്വരായ. ദൈവം ചിലതിനെ തൊടുകയാണ്. ദൈവത്തിന്റെ കരം ചിലതിന്റെ മേൽ വരികയാണ്. ഈ പകലിൽ ഒരു പദം കൂടെ ഞാൻ പറയാം, മരുഭൂമി വരെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മരുഭൂമി വരെ പിശാച് കണ്ടത് പാപത്തിൽ തോറ്റുപോകുന്ന തലമുറ. മരുഭൂമി വരെ പിശാച് കണ്ടത് പാപത്തിൽ മരിച്ചു പോകുന്നൊരു തലമുറ. മരുഭൂമി വരെ പിശാച് കണ്ടത് ജഡത്തിന്റെ വിശപ്പുകളുടെ മുൻപിൽ തോറ്റുപോകുന്നൊരു തലമുറ. പക്ഷെ യേശു ഒരു പദം പറഞ്ഞു, പിശാചേ, നീ ഇന്നലെ വരെ കണ്ടത് ആഹാരം കഴിച്ചുദരം വീർപ്പിക്കുന്നൊരു തലമുറയാണ്, ആഹാരം മാത്രം കഴിച്ചു ജീവിക്കുന്ന ഒരു തലമുറയാണ്. പക്ഷെ PMGയോട് ഞാൻ പറയാം, പിശാചേ, നീ അടുത്തൊരു തലമുറയെ കാണാൻ പോകുകയാണ്. അവർ ആഹാരം കഴിച്ചുദരം വീർപ്പിക്കുന്ന തലമുറയല്ല, വചനത്തെ ഭക്ഷിക്കുന്ന ഒരു തലമുറ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളെയും ആഹാരമാക്കുന്ന ഒരു തലമുറ. യേശുവിന്റെ നാമത്തിൽ PMGയിൽ എഴുന്നേറ്റ് വരാൻ, തിരുവനന്തപുരത്തിൽ എഴുന്നേറ്റ് വരാൻ, പാപത്തിന്റെ താൽക്കാലിക സ്വാധീനങ്ങളെ പൊളിക്കുന്ന, പാപത്തിന്റെ ചെറുക്കറികളെ പൊട്ടിച്ചു കളയുന്നു. ദൈവം ഇന്ന് പകൽ അസാധാരണമായ ദൈവകരം ചലിപ്പിക്കുന്നു. അസാധാരണമായ ദൈവകരം ചലിപ്പിക്കുന്നു. ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകുന്നു. ഈ പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യമാകുന്നു. പൈശാചിക ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. രോഗത്തിന്റെ ആത്മാക്കൾ, രോഗമിട്ട പൈശാചിക ബാധകൾ യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ കടഭാരമിട്ട്, സാമ്പത്തിക ഞെരുക്കമിട്ട്, ഒന്നിലും പക്ഷ പിടിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന എല്ലാ സ്വാധീനങ്ങളെയും ആത്മാവിൽ പൊട്ടിച്ചു കളയുന്നു. ദൈവം ഇന്ന് പകലിൽ എന്നെ തൊടണമെന്നും 2 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയം ദൈവദാസൻ്റെ കയ്യിൽ കൈമാറും. നിങ്ങളെ ആരാധിപ്പിക്കുകയല്ല, നിങ്ങളെ ആരാധിപ്പിക്കുകയല്ല, ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവദാസൻ്റെ കയ്യിൽ സമയം കൈമാറും. നമ്മുടെ കണ്ണുകൾ ദിവസം അടയട്ടെ. ആരും ഇതിനകത്ത് കാഴ്ചക്കാരല്ല. മൈ ഗാഡ് എന്തോ ഈ അന്തരീക്ഷം ഞാനിങ്ങനെ ഈ അന്തരീക്ഷം നിർത്താൻ തുടങ്ങുമ്പോഴൊക്കെ കർത്താവിനോട് ഇടപെടുന്ന ഒരു ഷാനി. ദൈവം ഇന്ന് പകലിൽ അങ്ങനെയുള്ള പേരുകൾ, ഷാനി, അങ്ങനെയുള്ള പേരുകളൊക്കെയായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയ കരവും കരുണയും ഈ പ്രാർത്ഥന ഇറങ്ങി വരികയാണ്. ദൈവം ചിലതിനെ ശക്തമായി തൊടുകയാണ്. ഈ പ്രാർത്ഥന ചിലതിൻ്റെ ജീവിതത്തെ തിരിക്കുന്ന പ്രാർത്ഥനയായി മാറും. ഈ പ്രാർത്ഥന ദൈവം ചിലതിൻ്റെ വിടുതലിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റും. ഈ പ്രാർത്ഥന ചില അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാക്കി മാറ്റും. എല്ലാ കണ്ണുകളും അടച്ച് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് കർത്താവേ, എന്നിൽ ഉയർന്നു പൊങ്ങുന്ന, ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിച്ച് അതേ പദം പറയുന്നു. ചെറിയ പാപം വലിയ വാഗ്ദത്തത്തെ അടച്ചു കളയാൻ സാധ്യതയുണ്ട്. എന്നിൽ ഉയർന്നു പൊങ്ങുന്ന ഏതെങ്കിലും ചെറിയ മൈന്യൂട്ടായ ചില സ്വഭാവ വ്യതിയാനങ്ങൾ എൻ്റെ ആത്മമണ്ഡലത്തെ മുഴുവനും പിടിച്ചുലയ്ക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ആത്മനിറവിനകത്തു കയറാൻ കഴിയാതെ എൻ്റെ ചില സ്വഭാവ വൈകൃതങ്ങൾ എന്നെ പുറകിലോട്ട് വലിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ അതിനെ കുടഞ്ഞു കളയുന്നു എന്ന് പറയാൻ കഴിവുള്ളവർ മാത്രം അതരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലും നിലനിൽക്കുന്ന ആത്മീകത 7-ൽ തീർന്നു പോകുന്ന, 3-ൽ തീർന്നു പോകുന്ന, 2-ൽ തീർന്നു പോകുന്ന, 21-ൽ തീർന്നു പോകുന്ന ഒരാത്മീകതയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നിലനിൽക്കുന്ന ഒരാത്മീകതയാണ്. അതിനു വേണ്ടത് എന്നിൽ ഉയർന്നു പൊങ്ങുന്ന ചെറിയ കല്ലിട്ട്, ചെറിയ കല്ലിട്ട് വലിയ ഉറവകളെ അടയ്ക്കുന്നത് പോലെ ചെറിയ പാപ സ്വഭാവങ്ങൾ കൊണ്ടിട്ട് എൻ്റെ മഹത്വകരമായ ആത്മീകതയെ അടച്ചു കളയുന്ന എല്ലാ പോരുകളെയും പാപ സ്വാധീനങ്ങളെയും ഞാൻ പൊട്ടിച്ചു കളയുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതരങ്ങളെ തുറന്ന് ആത്മാവിൽ തന്നെ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാം. അന്യഭാഷയോടെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയോടെ പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. അങ്ങനെ രക്തത്താൽ വചനത്താൽ ചിരദിനമേ ഈ പകൽ ഞങ്ങൾ ജയമെടുക്കുകയാ. അടകം ദാനം തേരും 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 അടകം ദാനം തേരും ചേരും തേരും 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 തേര് അടകവരത്തല വർത്തല വൈഡമരകതല വർത്തല വൈഡമരം ചല വർത്തല വൗഡമരകതാലവന അടകാമനയ നഗതാലമന ധേര ജാന സൈതൽ ഖമനം ധാനം ധാര്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആ കേൾക്കപ്പെട്ട ദൈവജനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണമായി ഇന്ന് പകൽ സമർപ്പിക്കാം. ചെറിയ പാപം വലിയ വാഗ്ദത്തങ്ങളെ തടയുന്നതാണ്. ഇന്ന് പകൽ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് പറയാം, കർത്താവേ, എൻ്റെ വാഗ്ദത്തങ്ങളെ തടയാൻ എന്നിൽ നിന്ന് ഉയർന്നു വരുന്ന എൻ്റെ ജഡശരീരത്തിൽ നിന്ന് പൊങ്ങി വരുന്ന, എൻ്റെ മനസ്സിനകത്തുനിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന്, എൻ്റെ കണ്ണുകളിൽ നിന്ന്, എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ അവയവങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു ചിന്തകളും ഒരു സ്വഭാവങ്ങളും എൻ്റെ വാഗ്ദത്തങ്ങളെ ഇനി തടയാൻ, ആ പാപ സ്വഭാവങ്ങൾക്കൊന്നും ഇനി ഞാൻ അനുവാദം നൽകുകയില്ല. ആത്മാവിൽ ഈ പകലൊന്ന് ജയമെടുക്കാം. ആത്മാവിൽ സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിക്കാമോ? ആ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. കർത്താവിനോട് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവശക്തിയോട് നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. പിന്നെ മൂച്ചുകളെ ആയുധമാക്കി ദൈവം ഉപയോഗിക്കുവാൻ തൻ്റെ കുടുംബത്തെ, തലമുറയെ, ശുശ്രൂഷകളെ, സഭയെ കർത്താവ് കരമിച്ച് അനുഗ്രഹിപ്പാൻ ഇന്ന് രാത്രിയിൽ കർത്തദാസനെ ദൈവശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിനായി നമ്മെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ കുശുപാസം മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല പകൽവേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തിരുവാദപ്പെടുത്തലായിരിക്കാൻ തന്നെ അവസരത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലമോട് ഞങ്ങളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന എല്ലാ വചനങ്ങൾക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവെ ആത്മാവിൽ ശക്തിയോടെ ഇന്ന് പകൽക്കാലം ഉപയോഗിച്ചല്ലോ. പാപസമ്മതമായി ഞങ്ങൾ മരിച്ചവരായി ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിരിക്കാൻ എപ്പോഴും സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വാണുകൊണ്ട് സ്വഭാവങ്ങളുടെ മേൽ ജയമെടുത്ത് മുന്നേറുവാൻ എല്ലാവരെയും ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ധാരാളമായ കൃപ എല്ലാവരുടെ മേലും ഇന്ന് പകൽക്കാലം അവിടുന്ന് പകരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി ഞങ്ങളുടെ ശരീരങ്ങൾ കർത്താവിന് വിധേയപ്പെട്ടതായി അവിടുത്തെ ആത്മാവിനാൽ ഒരുക്കപ്പെട്ടും നയിക്കപ്പെട്ടും ഈ ദിനങ്ങളിൽ മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ചെറിയ പാപങ്ങൾ വലിയ വാഗ്ദത്തങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആത്മാവിൽ അങ്ങയുടെ ദാസനിലൂടെ കേൾപ്പിച്ച എല്ലാ അനുഭവങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പാപം ഹല്ലേലൂയ ഞങ്ങളുടെ തേജസ് നഷ്ടപ്പെടുത്തുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തുന്നു, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ആഴമായ വചന സത്യങ്ങളെ ഇന്ന് പകൽക്കാലം കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവകൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കണം. ദൈവമക്കൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെയും പിന്നെയും അവിടുന്ന് ശക്തിയോടെ ഉപയോഗിക്കണം. ഇന്ന് രാത്രിയിലും വചനം സംസാരിപ്പാൻ ആത്മാവിന്റെ വെളിപ്പാടുകൾ പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വ്യക്തമായി ചിലരോടൊക്കെ കർത്താവെ പേര് പറഞ്ഞ് അവിടുന്ന് ഇടപെട്ട അവിടുത്തെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. അവരുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മറുപടിയായി എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്തിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തിരുകൃപയിൽ ഞങ്ങളെ എല്ലാവരെയും മറച്ചാട്ട് താഴ്ത്തി വിഷയങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗപിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.
വൈകിട്ട് കൃത്യം 7 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിക്കും. എല്ലാവരും വേഗത്തിൽ തക്ക സമയത്ത് തന്നെ വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.